ഹായ്, ദിസ് ഈസ് സി എ ഷാദ് അലി. അപ്പോൾ സി എ സി എം എ ഇൻ്ററിൻ്റെ ഡി ടിയുടെ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 1 ബേസിക് ആൻഡ് ടാക്സ് റേറ്റ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും, പ്ലസ് കുറേ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ചാപ്റ്റർ 1 വരുന്ന രീതിയിലുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ വിൽ ഡിസ്കസ് ദാറ്റ്സ് ഓൾസോ. അപ്പം എല്ലതും ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് കാണുക ആൻഡ് കമൻറ്റ് യുവർ ഫീഡ്ബാക്സ് ഓൾസോ. സോ ഡി ടി ഞാൻ വല്ലാണ്ട് എടുക്കാറില്ല. ആൻഡ് കാലെടുത്ത് വെക്കാൻ ഡീറ്റെയിലോട്ട് പതുക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽഡ് സെഷൻസ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസിക്സാണ് പഠിക്കുന്നത്. അതായത് ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് ആൻഡ് ഇൻകം ടാക്സിൻ്റെ ടാക്സ് റേറ്റുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിൽ ബേസിക്കായിട്ട് കുറേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ വീണ്ടും ഇത് പറയും. എടാ, അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ IDT ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഓരോന്നിനും ഓരോ ലോജിക്ക് പറയും. വൈ ദിസ് എന്ന് പറയും. സോ വൈ ഇൻകം ടാക്സ്? എന്തിനാ ഇൻകം ടാക്സ്? എന്തിനാ ഇൻകം ടാക്സ്? പഠിക്കാൻ മാത്രമല്ല, പ്രാക്ടിക്കലി പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടൻസ് ഉള്ള സാധനമല്ലേ ഇൻകം ടാക്സ്. വൈ ഇൻകം ടാക്സ്? അതായത് നമ്മൾ രാജ്യത്ത് വല്ല വരുമാനം ഉണ്ടാക്കേണ്ടിച്ചാൽ ആ വരുമാനത്തിൻ്റെ ഒരു പോർഷൻ ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിന് കൊടുക്കണം. എന്തിന്? ഗവൺമെൻറ്റിൻ്റെ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ പർപ്പസ് അല്ലേ, നമ്മളുടെ സേവനത്തെ സർവീസസിന് വേണ്ടിയിട്ടാണ് അവർ നമ്മളത് കൊടുക്കുന്നത്. നമ്മൾ നികുതി കൊടുക്കും, നമുക്ക് അതിൻ്റെ തിരിച്ച് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഗവൺമെൻറ് ഓരോന്നോരോന്ന് തരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതിനാണ് ഇൻകം ടാക്സ്. ബേസിക്കലി നമ്മൾ ആ ലോജിക്കലി പറയുകയാണെങ്കിൽ ദാറ്റ്സ് കേസ് ഓഫ് ഇൻകം ടാക്സ്. അപ്പം അടുത്ത ചോദ്യം ചോദിക്കും, ഇൻകം ടാക്സ് അങ്ങനെ ഉണ്ട് വെച്ചാൽ എത്ര കൊടുക്കണം ഇൻകം ടാക്സ്? ഇപ്പം 100 രൂപ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ 100 രൂപ ഇൻകം ടാക്സ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണ് കൊടുക്കുക. എങ്ങനെ കൊടുക്കും ഇൻകം ടാക്സ്? എത്ര പോർഷനാണ് കൊടുക്കേണ്ടത്? അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ്? എത്ര പെർസെൻറ്റേജാണ് കൊടുക്കേണ്ടത്? അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ബേസ് ഓഫ് ദി ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻകം ടാക്സ് നേരെ നമ്മൾ അടക്കുന്നത്, ഡയറക്റ്റ്ലി നമ്മൾ ഗവൺമെൻറ്റിലോട്ട് പേ ചെയ്യുന്നു, ഗവൺമെൻറ്റിക്ക് അത് കിട്ടുന്നു, ഗവൺമെൻറ് അത് യൂട്ടിലൈസ് ചെയ്യുന്നു പല പർപ്പസിന് വേണ്ടിയിട്ട്. ഇനി ഇൻകം ടാക്സ് തന്നെ ഒരുപാട് ഇപ്പോൾ ഓരോ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇൻഡിവിജ്വൽ ഉണ്ട്, വ്യക്തികൾ, അതേപോലെ ഫേം ഉണ്ട്, കമ്പനി ഉണ്ട്, HUF ഉണ്ട്, എന്താ മറ്റേ AOP ഉണ്ട്, BOI ഉണ്ട്, AJP ഉണ്ട്. അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പല എൻറ്റിറ്റീസ് ഉണ്ട്. അപ്പോൾ പല എൻറ്റിറ്റീസിനും പല ടാക്സ് റേറ്റ്സ് ആണ്. അപ്പം അതൊക്കെ നോക്കണം, ശരിയല്ല? അപ്പം ഇവിടെ വ്യക്തികൾ മാത്രം ഇൻകം ടാക്സ് അടച്ചാൽ പോരാ. മനസ്സിലായി? ഞാൻ അതൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസ് തൊട്ട് പറയാം കേട്ടോ, അങ്ങനെ ഇത്രയും വലിച്ചിട്ട് പറയുന്നത്. അപ്പം വ്യക്തികൾ മാത്രം ഇൻകം ടാക്സ് കൊടുത്താൽ പോരാ, അല്ലാത്തവരും ഇൻകം ടാക്സ് കൊടുക്കണം. അപ്പം നമ്മുടെ പോലത്തെ ഫേം, കമ്പനി, അപ്പം ഈ ഇൻകം ടാക്സ് അടക്കുന്നത് ഏത് ബേസിലാണ് ഈ സംഭവങ്ങളൊക്കെ? അതായത് ഇതിനൊക്കെ ഒരു യുണീക്ക് എന്തായിട്ടുള്ളൊരു ഒരു കാര്യം ഉണ്ടാവില്ല. എന്താണ് ആ സാധനം? പാൻ നമ്പർ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ. വെരി ഗുഡ്. പാൻ നമ്പർ വെച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ. നിങ്ങൾക്ക് ഒരു പാൻ ഉണ്ടാവും, കമ്പനിക്ക് ഒരു പാൻ ഉണ്ടാവും, അല്ലെ, ഫേമിന് ഒരു പാൻ ഉണ്ടാവും. സോ ഈ പാൻ കാർഡ് ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ടാക്സ് അടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? സോ ഇൻകം ടാക്സിന്റെ ഒരു യുണീക്ക് നമ്പറാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു നമ്പറാണ് പാൻ നമ്പർ. ഓക്കെ, അപ്പോൾ ആ പാൻ നമ്പർ വെച്ചിട്ടാണ് ഇവർ ട്രേസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫൈൻ. അപ്പം ഇൻകം ടാക്സ് അടക്കേണ്ടത് നമ്മളുടെ ഡ്യൂട്ടിയാണെന്ന് പറയാം, അല്ലേ? ഇൻകം ടാക്സ് നമ്മൾ ഓഫീസറെ നമ്മളെ വന്നുകൊണ്ട് അടുപ്പിക്കൊന്നുമില്ല, നമ്മൾ തന്നെ നടക്കേണ്ട ഒരു സെൽഫ് അസസ്മെൻ്റ് ആണ് ആക്ച്വലി ആദ്യം നടക്കുന്നത്. സെൽഫ് അസസ്മെൻറ്റ് നടന്നില്ലെങ്കിലാണ് പിന്നെ അവർ വന്നിട്ട് എന്ത് ചെയ്യുക, അസസ്മെൻറ്റ് നടത്തുക. ദാറ്റ്സ് ദി കേസ്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസ്. അപ്പോൾ എല്ലാവരും ഇൻകം ടാക്സ് അടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട. എക്സംഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഇത്ര വരെ അടക്കണ്ട എന്ന് പറയുന്ന കേസ് ഉണ്ട്. ചില കേസിൽ ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ മീൻസ് അങ്ങനെയും പറയുന്നുണ്ട്. എക്സംഷൻ ഉള്ള ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ ഒരു എക്സംപ്റ്റ് ഇൻകംസ് ഉണ്ട്, അതായത് ഇൻകം എക്സംപ്റ്റഡ്, ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ളതൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതിൽ തന്നെ വരുമാനം പല രീതിയിൽ കിട്ടാം. ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സാലറി ആയി കിട്ടും, അല്ലേ? അപ്പം ഒരു നേച്ചർ ഓഫ് ടൈപ്പ് എന്താ? സാലറി എനിക്ക് കിട്ടുക, ശരിയല്ലേ? രണ്ടാമത്തെ നേച്ചർ, എനിക്ക് അങ്ങനെ കച്ചവടം അങ്ങനെ ഇതൊന്നുമില്ല. എനിക്ക് കുറേ ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് ഞാൻ വാടക കൊടുക്കുന്ന പരിപാടി, അല്ലെങ്കിൽ വീടുണ്ട്, വീട് വാടക കൊടുക്കുന്ന പരിപാടി. അപ്പോൾ അതെന്താ? അതിനെ വിളിക്കുന്ന പേരെന്താ? റെൻ്റൽ ഇൻകം. വി ക്യാൻ സേ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം. ഓക്കെ, ഹൗസ് പി ഹൗസ് പ്രോപ്പർട്ടി ഇൻകം. ഓക്കെ, മൂന്നാമത്തത് എന്താ പറയുക, അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി. മൂന്നാമത്തെ എനിക്ക് കച്ചവടം, അതായത് എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ട്രേഡിംഗ് ആണ്, അതായത് ഹോൾസെയിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ എന്തോ മാനുഫാക്ചറിങ്ങോ സംതിങ് ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്. സോ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം, ബിസിനസ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. ബിസിനസ് അതല്ല, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, അപ്പോൾ ഞാൻ ഓഫീസിൽ ഇട്ടിരിക്കുന്നത്, അതിനെ വിളിക്കുന്ന വേറെന്താ? ബിസിനസ് അല്ല, അതിനെ വിളിക്കുന്നത് പ്രൊഫഷൻ.
പ്രൊഫഷൻ, ഇങ്ങനൊക്കെ രീതിയിൽ ഇൻകം വന്നൂടെ? ഓക്കെ, സാലറി ആയിട്ട് ഇൻകം വരാം, ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് വരാം, ബിസിനസ് ചെയ്തിട്ട് വരാം, പ്രൊഫഷൻ ചെയ്തിട്ട് വരാം. അതല്ലാതെ വേറെയും വരാം. എനിക്കൊരു ഭൂമി ഉണ്ടായിരുന്നു, ആ ഭൂമി ഞാനിപ്പോൾ വിറ്റ്. ഇപ്പോൾ ഭൂമി വിൽക്കുമ്പോൾ ലാഭത്തിന് വിറ്റ്, അവിടെ ഒരു ലാഭമുണ്ട്. ആ ലാഭത്തിന് ടാക്സ് അടക്കണോ, ഇൻകം ടാക്സ് അടക്കണോ? യെസ്, അതിന് ഇൻകം ടാക്സ് അടക്കണം. ഭൂമി വിൽക്കുമ്പോൾ GST ഉണ്ടോ? ഇല്ലടാ. നെഗറ്റീവ് ലിസ്റ്റിൽ പറയുന്നില്ലേ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരൂല. ഓക്കെ, അത് വരൂല. ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എന്താ വിളിക്കുക ഇവിടെ? ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്ന ഗെയിൻ, അതാണ് ക്യാപിറ്റൽ ഗെയിൻ. അത്രേ ഉള്ളൂ. ഇനി ഇപ്പോൾ സാലറി വിട്ട്, ഹൗസ് പ്രോപ്പർട്ടി വിട്ട്, ബിസിനസ് വിട്ട്, പ്രൊഫഷൻ വിട്ട്, ക്യാപിറ്റൽ ഗെയിൻ വിട്ട്, ഇനി അതല്ലാത്ത രീതിയിലൊക്കെ കുറച്ച് ഇൻകം വരാറില്ലേ? അതായത് ഇൻട്രസ്റ്റ് കിട്ടാം, കമ്മീഷൻ കിട്ടാം, അതുപോലെ ലോട്ടറി അടിക്കാം അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു അതർ ഐറ്റംസ് ഇൻകംസ് കുറേ കിട്ടാണ്. അപ്പോൾ അതിനൊക്കെ കൂടി കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതർ സോഴ്സ്. വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ. സോ ഇത്രയും ടൈപ്സ് ഓഫ് കാറ്റഗറീസിൽ നിന്ന് ഇൻകം കിട്ടാം. ഓക്കെ, സാലറിയിൽ നിന്ന് കിട്ടാം, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടാം, ബിസിനസ്സിൽ നിന്ന് കിട്ടാം, പ്രൊഫഷനിൽ നിന്ന് കിട്ടാം, ക്യാപിറ്റൽ ഗെയിൻ കിട്ടാം, അതർ സോഴ്സിൽ നിന്ന് കിട്ടാം. സാലറിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം? അവിടെ എന്തെങ്കിലും ഡിഡക്ഷൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പല രീതിയിലേക്കും സാലറി തരിക. കാരണം ഇപ്പോൾ സാലറി പൈസ ആയിട്ട് തന്നെ തരണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലും സാധനങ്ങളായിട്ട് തരും. അതിനാണ് പെർക്യൂസിറ്റ് എന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് തരും. ചിലപ്പോൾ കുറേ അലവൻസ് ഒക്കെ കിട്ടുന്നുണ്ടാവും. അലവൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം താമസിക്കാനുള്ള അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, അതേപോലെ മോട്ടോർ വെഹിക്കിളിൻ്റെ അലവൻസ്, അങ്ങനെ കുറേ അലവൻസ്. ആ അലവൻസും ഇൻകമായി പെടുമോ? ഇൻകത്തിൽ കൂട്ടണോ? അതിന് എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടോ? അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇതൊക്കെയാണ് അതിൻ്റെ ലോജിക്ക്, ബേസിക് ആയിട്ടുള്ള ലോജിക്ക്. ഓക്കെ, ഇപ്പോൾ സാലറിയിൽ എങ്ങനെയൊക്കെ ഇപ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിട്ടയർമെൻറ്റിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടും. ഗ്രാറ്റുവിറ്റി PF എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എമൗണ്ട് കിട്ടും. അതിൻ്റെ ടാക്സേഷൻ എങ്ങനെയാണ്? അപ്പോൾ അതൊക്കെയാണ് സാലറി എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ള അടുത്ത ചാപ്റ്റർ, ഇനി വരാൻ പോകുന്ന ചാപ്റ്റർ. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ബിൽഡിംഗ് കെട്ടിയിട്ട് അപ്പം വാടകയാണ് കിട്ടുന്നത്. വാടകയിൽ നിന്ന് എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പൽ ടാക്സ് ഒക്കെ നമുക്ക് ഡിഡക്ട് ചെയ്യാം. പിന്നെ ഇൻട്രസ്റ്റ്, ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അങ്ങനെ ഇടാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതാണ് ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള ചെറിയ ചാപ്റ്ററാണ്. ബിസിനസ് കിട്ടുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ സെയിൽസിൻ്റെ മുകളിലല്ലേ ടാക്സ് അടക്കേണ്ടത്, അവിടെ പ്രോഫിറ്റിൻ്റെ മുകളിൽ. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ്. എല്ലാ ഇൻകം കാണിക്കാൻ പറ്റുമോ? എല്ലാ എക്സ്പെൻസും കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുന്ന എക്സ്പെൻസ് ഏതൊക്കെ? അങ്ങനെയൊക്കെയാണ് ബിസിനസ് പറയുന്നത്. സെയിം ലൈക്ക് പ്രൊഫഷൻ ഓൾസോ. അല്ല, നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ്, ലോസ് ആണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട, പ്രോഫിറ്റ് ആണെങ്കിൽ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ പ്രോഫിറ്റിൻ്റെ മുകളിൽ എങ്ങനെ പ്രോഫിറ്റ് കണക്കാക്കണ്ടേ അത് പറയുന്നതാണ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. അതിന് നമ്മൾ വിളിക്കുന്നത് ആക്ച്വലി PGBP എന്നാട്ടാ. PGBP, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അടുത്ത ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ നമുക്കറിയാമല്ലോ, അതായത് ഭൂമി വിറ്റിട്ട്, ഭൂമി വിൽക്കുന്ന എമൗണ്ട് മുകളിലാണ് കൊടുക്കേണ്ടത് ലാഭം. എത്രയാണോ ഭൂമി അന്ന് മേടിച്ചത്, ഇപ്പോൾ എത്രയാണോ വിൽക്കുന്ന അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ലാഭത്തിൻ്റെ മുകളിലാണ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ആ ഡിഫറൻസ് എടുക്കേണ്ടത്? ഇനി അതിലെന്തെങ്കിലും എക്സംഷൻസ് ഉണ്ടോ? അതായത് ഇപ്പോൾ ഞാനൊരു വീട് വിറ്റിട്ട് വേറെ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വീട് വിറ്റ്, അപ്പോൾ അവിടെ ഒരു എക്സംഷൻ വരുമോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ക്യാപിറ്റൽ ഗെയിൻ നോക്കുന്നത്. അതർ സോഴ്സിൽ പിന്നെ ഡയറക്റ്റ്, അതായത് ഇൻട്രസ്റ്റ്, കമ്മീഷൻ, അങ്ങനെ കുറേ ഇൻകംസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ ടാക്സേഷൻ എങ്ങനെ, അവിടെ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഹെഡ്സ്. ഇതാണ് മേജർ DTയുടെ മേജർ ഒരു എന്താ പറയുക, മേജർ സാധനം എന്ന് പറയാം ഈ ഹെഡ്സ്. ഇത് നമ്മൾ ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് വിളിക്കുക. ഇതൊക്കെ നമുക്ക് ഞാൻ ഇപ്പോൾ വേറായിട്ട് പറയാം. അതായത് പ്രാക്ടിക്കലി ഇതൊക്കെയാണ് സംഭവം. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ സാലറി കിട്ടും. എനിക്ക് ഒരു സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടാവും അല്ലേ? ഒക്കെ ഞാൻ ചെയ്യുന്നത്. എനിക്കൊരു ബിസിനസ്, ചെറിയൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ഇൻകം ഉണ്ട്. എനിക്കൊരു ഭൂമി ഉണ്ടായിരുന്നു, ആ ഇയറിൽ ഞാൻ വിറ്റിരുന്നു, ക്യാപിറ്റൽ ഗെയിൻ വന്ന്. എനിക്ക് ആ സമയത്ത് കമ്മീഷൻ കുറച്ച് കിട്ടിയിരുന്നു, ഇൻട്രസ്റ്റും കിട്ടിയിരുന്നു. അപ്പോൾ എല്ലാ ഹെഡിൽ നിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ ഇൻകം വരാം. അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സാലറി കിട്ടും, സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ട്, റെന്റ് കിട്ടുന്നുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി വന്ന്, അത് ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഇൻകം വന്ന്, ഒരു ഭൂമി ഉണ്ടായിരുന്നു വിറ്റ്, ക്യാപിറ്റൽ ഗെയിനും കിട്ടി. അതേമാതിരി ലോട്ടറി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വല്ലതും വന്ന്, കമ്മീഷൻ വല്ലതും വന്ന്, എല്ലാ ഹെഡിൽ നിന്നും ഇൻകം വരാം. അപ്പോൾ പല കുട്ടികൾക്കും ഇതൊന്നും അറിയില്ല. അതായത് ഇതിങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെയാണ്, അങ്ങനെയല്ല. ഇത് പ്രാക്ടിക്കലി നമ്മൾ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമാണ്. ഇൻകം ടാക്സും GST ഒക്കെ. ഇൻകം ടാക്സ് പ്രത്യേകിച്ച് GSTനേക്കാളും. ഇത് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന സാലറി മാത്രമല്ല അയാൾക്ക് കിട്ടുക. അയാൾക്ക് ഇങ്ങനെ കുറേ ഐറ്റംസ് കിട്ടും, അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടും, അതിന് ടാക്സ് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ പെർക്യൂസിറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ പോകും. പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിലൂടെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിന് ഈസി ആയിട്ട് ഓർമ്മയിൽ നിൽക്കും. നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ, ഇനി ഇതൊക്കെ പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഒരാൾ ടാക്സ് അടക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഇന്ത്യൻ റെസിഡന്റ് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അയാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. അപ്പോൾ ആദ്യം റെസിഡന്റ് ആണോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ അല്ലേ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. അയാൾ ഇന്ത്യൻ റെസിഡന്റ് ആണോ, ഇന്ത്യൻ റെസിഡന്റ് അല്ലേ? അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് ഇൻകത്തിൻ്റെ ടാക്സേഷൻ മാറും. അപ്പം അതിൻ്റെ സ്കോപ്പ് മാറും. സ്കോപ്പ് ഓഫ് എന്താ പറയുക, ടാക്സ് മാറും എന്ന് പറയാം. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആദ്യം ചെക്ക് ചെയ്യണം, എന്നിട്ട് ഇതിലോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ ചാപ്റ്ററിൻ്റെ നമ്മളിപ്പോൾ ഏകദേശം ഫുൾ ഇൻകം ടാക്സ് ഏകദേശം കവർ ചെയ്തു. അതായത് ചാപ്റ്റർ നമ്പർ 1 ടാക്സ് റേറ്റും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു.
അത് കഴിഞ്ഞിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ എടുക്കാമെന്ന് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓരോ ഹെഡിൽ എങ്ങനെയാണ് ടാക്സ് വരുന്നതെന്ന് പഠിക്കുന്നു. ഏകദേശം മേജർ 80% ഓഫ് ചാപ്റ്റർ ഇസ് കംപ്ലീറ്റ്, ഇൻകം ടാക്സ് ഇസ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്, അസസ്മെന്റ് ഇയർ എന്താണെന്നുള്ളത്. സിമ്പിളാണ്. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വർഷത്തിൽ നമുക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ഇൻകം കിട്ടുമ്പോഴല്ല ടാക്സ് അടക്കുക. കിട്ടിയ പാടന്നെ നമ്മൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഒരു വർഷം കഴിഞ്ഞിട്ട് ടാക്സ് അടച്ചാൽ മതി. അതായത് ഇപ്പോൾ 2024-25 ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ. സാമ്പത്തിക വർഷം അറിയാലോ അല്ലേ, ഏപ്രിൽ തൊട്ട് തുടങ്ങി മാർച്ചിൽ അവസാനിക്കും. 2024-25. ഇപ്പോൾ 2024-25 വല്ല വരുമാനവും കിട്ടിയിട്ടുണ്ട് വെച്ചാൽ അത് അടക്കേണ്ടത്, അതിൻ്റെ ടാക്സ് അടക്കേണ്ടത് അടുത്ത സാമ്പത്തിക വർഷത്തിലാണ്, 2025-26. അപ്പം 2024-25 വല്ലതും കിട്ടിയാൽ അത് അടക്കേണ്ടത് 25-26. അപ്പം 25-26 എന്ത്, അസസ്മെന്റ് ഇയർ. അസസ് ചെയ്യുന്ന ഇയർ, അതായത് ടാക്സ് അടക്കുന്ന ഇയർ, അങ്ങനെയും പറയാം. ഇൻകം അസസ് ചെയ്യുന്ന ഇയർ, ഇൻകത്തിൻ്റെ ടാക്സ് അടക്കുന്ന ഇയർ. അപ്പോൾ അതാണ് അസസ്മെന്റ് ഇയർ. അപ്പോൾ പ്രീവിയസ് ഇയർ എന്താ, അസസ്മെന്റ് ഇയറിൻ്റെ തൊട്ട് അതായത് അസസ്മെന്റ് ഇയറിൻ്റെ തൊട്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെന്റ് ഇയർ ആണ് എന്ത്, പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയർ എന്താണെന്ന് നോക്കി, പ്രീവിയസ് ഇയർ എന്താണെന്ന് നോക്കി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വേർഡ് യൂസ് ചെയ്യും, പ്രീവിയസ് ഇയർ, അസസ്മെന്റ് ഇയർ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് PY AY എന്ന് വയ്ക്കാറ്. AY എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഇയർ, PY എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പോൾ അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ ടാക്സ് അടക്കുക. ഏത് വർഷത്തെ, അതായത് പ്രീവിയസ് ഇയറത്തെ ഇൻകത്തിൻ്റെ മുകളിലെ ടാക്സ് അസസ്മെന്റ് ഇയറിൽ അടക്കും. ഓക്കെ, ഇനി ആരാണ് അസസി? അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ടാക്സ് അടക്കുന്നത്, ആരാ ലയബിൾ ടു പേ ടാക്സ്, അയാളാണ് അസസി. ഇപ്പോൾ എനി പേഴ്സൺ ഹു ഇസ് ലയബിൾ ടു പേ എനി ടാക്സ് ഓർ എനി അതർ സം അണ്ടർ ഇൻകം ടാക്സ് ആക്ട്, ഇറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് എനി പ്രൊസീഡിംഗ്സ് ഇനീഷ്യേറ്റഡ് ഡീംഡ് അസസി ഓർ അസസി ഇൻ ഡിഫോൾട്ട്. അതായത് ഡീംഡ് അസസിനായിട്ട് ഡീം ചെയ്യപ്പെടാം ചില കേസിൽ, അല്ലെങ്കിൽ അസസി ഇൻ ഡിഫോൾട്ട് ആയിരിക്കാം. ഡീംഡ് അസസി എന്ന് പറയുമ്പോൾ ചിലപ്പം അസസിങ് ഓഫീസർ ഡീം ചെയ്യാം. എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അയാളെ അസസി ആയിട്ട് ഡീം ചെയ്യും. അയാൾ ലയബിൾ ടു പേ അല്ല ശരിക്കും, പക്ഷേ അസസി ആയിട്ട് ഡീം ചെയ്യപ്പെടും. AO അസസിങ് ഓഫീസറിൻ്റെ എന്തോ പ്രൊസീഡിങ്സ്, അതായത് എന്തോ അയാൾ എന്തോ ഒരു വീഴ്ച വരുത്തി, ആ വീഴ്ച വന്നപ്പം നോട്ടീസൊക്കെ അയച്ച് അയാളാണ് അസസി എന്ന് തീരുമാനിക്കുന്ന കേസ്. അല്ലെങ്കിൽ അയാൾ അസസി ഇൻ ഡിഫോൾട്ടും ഈ അസസിയിൽ പെടുന്ന പറയുന്നത്, അതായത് അയാൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിരുന്നു, പക്ഷേ ഡിഫോൾട്ട് ചെയ്ത് അടച്ചില്ല. സോ അടച്ചില്ല എന്ന് വിചാരിച്ച അസസി അല്ലാതാവില്ല. അതിനെ വിളിക്കുന്ന പേരാണ് അസസി ഇൻ ഡിഫോൾട്ട്. അസസി ഇൻ ഡിഫോൾട്ട് ഈസ് ഓൾസോ അസസി, അതായത് ടാക്സ് അടക്കാൻ ലയബിൾ ആയ ആൾ, അതാണ് അസസി. അത്രേ ഉള്ളൂ. ഇനി എന്താണ് പേഴ്സൺ? പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെടും, ഇൻഡിവിജ്വൽ, HUF, കമ്പനി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പേഴ്സൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് നോട്ട് എ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ അല്ല അതെല്ലാവരും പെടും. ഫേം ഇൻക്ലൂഡിങ് LLP, AOP, BOI, ലോക്കൽ അതോറിറ്റി ആൻഡ് AJP. AJP അലിൻ ജോസ് പെരേര അല്ല, AJP സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പെരേര അതല്ല. ഇത് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഈ പാർലമെന്റ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബോഡീസ്, അതൊക്കെയാണ് AJP, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, AOP, BOI, ലോക്കൽ അതോറിറ്റി, AJP, ഇവരൊക്കെ ഇതിൽ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ പെടും. ഇനി നമ്മളൊരു കാര്യം പഠിച്ചു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസസ്മെന്റ് പ്രീവിയസ് ഇയറത്തെ, അതായത് നമ്മളൊരു വർഷം വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് നമ്മൾ നെക്സ്റ്റ് വർഷമാണ് കൊടുക്കുക, അതായത് അസസ്മെന്റ് ഇയറിലാണ് കൊടുക്കുക. അതിനാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയാം. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഒരു വരുമാനം അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ പേ ചെയ്യുക. ഇനി ചില കേസിൽ പ്രീവിയസ് ഇയർ തന്നെ ടാക്സ് അടക്കേണ്ട ചില കേസ് ഉണ്ട്. അതായത് അസസ്മെന്റ് ഇയർക്ക് വെയിറ്റ് ചെയ്യേണ്ട, പ്രീവിയസ് ഇയർ തന്നെ അസസ് ചെയ്ത് പ്രീവിയസ് ഇയർ തന്നെ ടാക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെച്ചോണ്ട്, കാരണം MCQ പെർസ്പെക്റ്റീവിലോ ഒക്കെ ഇത് ചിലപ്പോൾ അത് ആവശ്യം വന്നേക്കാം. ഓക്കെ, അപ്പം ഈ കേസിൽ താഴെ പറയുന്ന 5 കേസിൽ നമ്മൾ പ്രീവിയസ് ഇയർ തന്നെയാണ് അതിൻ്റെ അസസ്മെന്റ് വരുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ തന്നെയാണ് അതിൻ്റെ അസസ്മെന്റ് വരുന്നത്. പ്രീവിയസ് ഇയർ തന്നെ ടാക്സ് അടക്കണം, അസസ്മെന്റ് ഇയർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന്, ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ നോൺ റെസിഡൻറ്റ്. ഒരു നോൺ റെസിഡൻറ്റിൻ്റെ ഷിപ്പിംഗ് ബിസിനസ് ഉള്ളത് ഇന്ത്യയിൽ ഉണ്ട് വെച്ചാൽ അത്. പേഴ്സൺ ലിവിങ് ഇന്ത്യയിൽ നിന്ന് ലീവ് ചെയ്യാണ് അയാൾ, അതായത് ഇന്ത്യയിൽ നിന്ന് അയാൾ ലീവ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ടാക്സ് അടച്ചിട്ട് ലീവ് ചെയ്യുക. ദെൻ AOP, BOI, AJP ഫൗണ്ട് ഫോർ എ പെർട്ടിക്കുലർ ഇവന്റ് ഓർ പർപ്പസ്. ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ജോയിന്റ് വെഞ്ചേഴ്സ് ഒക്കെ ഇല്ല, അതാണ്. അതായത് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഒരു പെർട്ടിക്കുലർ ഇവന്റിനാണ് അവർ ഫോർമാറ്റ് ചെയ്തത്. ആ ഇവന്റ് അല്ലെങ്കിൽ ആ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യണം. അപ്പം അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ ടാക്സ് അടച്ചിട്ട് പോവാം, അടുത്ത വർഷത്തേക്ക് കാത്തുക്കണ്ട. ദെൻ പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ഇപ്പോൾ ഒരാൾ ഇത് ഓഫീസർ കണ്ടെത്തണം, നമ്മൾ മനഃപൂർവ്വം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വെച്ചാൽ നമ്മൾ അടക്കുക ടാക്സ്, അപ്പോൾ തന്നെ ഇല്ല. അപ്പം നമ്മൾ ഈ വർഷം ഒരു പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, സംതിങ്, ഓക്കെ, വേറെ ആൾ പേർക്ക്. അപ്പം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ
ടാക്സ് പേയബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ട്രാൻസ്ഫർ നടത്തുന്നത് എന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അസസിങ് ഓഫീസർ അത് അറിഞ്ഞ്, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടാക്സ് അടപ്പിക്കും. ഓക്കെ. പിന്നെ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന കേസാന്ന് വെച്ചാൽ എന്ത് ചെയ്യും, അപ്പോൾ തന്നെ ടാക്സ് അടക്കേണ്ടി വരും. ഡിസ്കണ്ടിന്യൂ അപ്പോൾ തന്നെ ടാക്സ് അടിച്ച് അത് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ 5 കേസ്, ഒന്ന് നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ്, ഇന്ത്യയിൽ നിന്ന് പെർമനന്റ് ലീവ് ചെയ്യണം അയാൾ, ടാക്സ് അടിച്ചിട്ട് ലീവ് ചെയ്യുക. ദെൻ AOP BOA AJP ഫോം ഫോർ പെർട്ടിക്കുലർ ഇവന്റിന് ഫോം ചെയ്തിട്ടുള്ള ജോയിന്റ് വെഞ്ചേഴ്സ് ഒക്കെ അല്ലേ, അങ്ങനത്തെ ഒക്കെ ആ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ടാക്സ് അടക്കുക. അസസ്മെന്റ് ഇയർക്ക് വെയിറ്റ് ചെയ്യേണ്ട. ഇനി ഒരാൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതായത് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇപ്പോൾ തന്നെ ടാക്സ് അടപ്പിക്കും. ദെൻ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ടാക്സ് അടക്കുക. ഇതാണ് പ്രീവിയസ് ഇയറിൽ തന്നെ അസസ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് അടക്കുന്ന 5 കേസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ടാക്സ് റേറ്റ് ആണ്. എങ്ങനെയാണ് ഇൻകം ടാക്സിലെ റേറ്റ് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങൾ കുറേ തവണ കേട്ട സാധനങ്ങൾ തന്നെ ആയിരിക്കും ഇതൊക്കെ. നോക്കാം. അപ്പം ഇൻഡിവിജ്വലിന് സ്ലാബ് റേറ്റ് ആണ്, ബാക്കിയുള്ള ഇൻഡിവിജ്വൽ HUF AOP BOA AJP. ഓക്കെ. റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ഒരേ സ്ലാബാണ്. 2.5 ലക്ഷം വരെ എക്സംപ്റ്റഡ് ആണ്. 2.5 ലക്ഷം വരെ അയാൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത 2.5 ലക്ഷം, അതായത് 2.5 ലക്ഷം ടു 5 ലക്ഷത്തിന് 5% ടാക്സ്, 5 ലക്ഷം ടു 10 ലക്ഷത്തിന് 20% ടാക്സ്, 10 ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ 30%. അപ്പോൾ സ്ലാബ് അനുസരിച്ചിട്ടാണ് ടാക്സ് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്. ഒറ്റ റേറ്റ് അല്ല, ഫിക്സഡ് റേറ്റ് അല്ല ഇൻഡിവിജ്വലിന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇതെന്താ 2.5 ലക്ഷത്തിൻ്റെ കണക്ക്, എവിടെ നമ്മളെ മറ്റേ സാധനം, അത് 115 BSc, അത് പറയാനായിട്ടില്ല, ലാസ്റ്റ് പറയാം. ഓക്കെ, നിങ്ങളെ കൺഫ്യൂഷൻ തീർക്കാൻ ലാസ്റ്റ് 115 BSc ലാസ്റ്റ് പറയാം. ദിസ് ഈസ് ഓൾഡ് റെജിം, അതായത് ഇപ്പോൾ നിലവിലുള്ള ഓൾഡ് റെജിം. പഴയ റെജിം, ഡിഫോൾട്ട് റെജിം 115 BSc നമ്മൾ സെപ്പറേറ്റ് വേറെ നോക്കാം. അപ്പോൾ 2.5 ലക്ഷം വരെ നില്ലാണ്, റേറ്റ് ഓഫ് ടാക്സ് നില്ലാണ്, ഒന്നുമില്ല. 2.5 ലക്ഷം വരെയാണ് അയാൾക്ക് ഇൻകം എന്നുണ്ടെങ്കിൽ അയാൾ ടാക്സ് അടക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത 2.5 ലക്ഷത്തിന് അയാൾ 5% കൊടുത്താൽ മതി. പിന്നത്തെ 5 ലക്ഷത്തിന്, അടുത്ത 2.5 ലക്ഷത്തിന് 5%, പിന്നത്തെ 5 ലക്ഷത്തിന് 20%, 10 ലക്ഷത്തിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ എന്തായി, 30%. അപ്പോൾ സ്ലാബ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. ഓക്കെ. അടുത്തത് സീനിയർ സിറ്റിസനെ സംബന്ധിച്ച്. അപ്പം മേലെ പറഞ്ഞത് എന്താ പറയുക, ഇൻഡിവിജ്വൽ, നോർമൽ ഇൻഡിവിജ്വൽ. ഇനി ഇതിൽ തന്നെ സീനിയർ സിറ്റിസൺ ആണ്, ഇൻഡിവിജ്വലിൻ്റെ കേസിൽ സീനിയർ സിറ്റിസൺ ആണ്, അതായത് 60 വയസ്സിന് മുകളിലുമായി, എന്നാൽ 80 കടന്നിട്ടുമില്ല, 60-ൻ്റെ 80-ൻ്റെ ഇടയിലുള്ള ആളാണെങ്കിൽ സ്ലാബ് ചെറുതായിട്ടൊന്ന് മാറും. 3 ലക്ഷം വരെ എക്സംഷൻ കിട്ടും. 3 ടു 5 5%, 5 ടു 10 20%, എബവ് 10 30%. ചെറുതായിട്ടൊന്ന് സ്ലാബ് മാറും. സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, അതായത് 80 വയസ്സിന് മുകളിൽ കയറിയിട്ടുള്ള ആളാ വെച്ചാൽ 5 ലക്ഷം വരെ ബേസിക് എക്സംഷൻ, 5 ലക്ഷം വരെ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അടുത്ത 5 ലക്ഷത്തിന് 20%, 10 ലക്ഷത്തിന് മുകളിൽ പോകുന്നതിന് 30% ടാക്സ് അടക്കണം. ഇനി ഒരു ഏജിൻ്റെ കാര്യം പറയാണ്, അതായത് 60-ഓ 80-ഓ അയാൾ 1 ഏപ്രിൽ 2025 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1/4/2025 അയാൾ 60 വയസ്സായി അല്ലെങ്കിൽ 80 വയസ്സായി, അതിനെ 60 തന്നെ കണക്കാക്കുന്നു. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 60 ആയിട്ട് തന്നെ കണക്കാക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പം അയാൾ അപ്പം 60 ആ പ്രീവിയസ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്യണമല്ലോ, പക്ഷെ പ്രീവിയസ് ഇയർ മാറിയിട്ട് അടുത്ത വർഷം 1 ഏപ്രിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അതിനെ എന്തായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 60 വയസ്സായിട്ടുണ്ട്, 80 വയസ്സായിട്ടുണ്ട് തന്നെ കണക്കാക്കപ്പെടും എന്നുള്ളൊരു പോയിന്റ്. അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സർചാർജ്. അതായത് നമ്മൾ ടാക്സ് മാത്രം കൊടുത്താൽ പോരാ, അതിന് മുകളിൽ സർചാർജ് എന്ന് പറഞ്ഞ സാധനം കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും സർചാർജ് അപ്ലിക്കബിൾ ആണോ? അല്ല. ഇവർ പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് അത്രയും ഇൻകം ഉണ്ട് വെച്ചാൽ ലക്ഷറി ലൈഫാണ്. അതെന്ന് വെച്ചാൽ അത്രയും ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങൾ യു ആർ ഹാവിങ് എ ലക്ഷറി ലൈഫ്, അപ്പോൾ നിങ്ങൾ അത്രയും ടാക്സ് കൊടുക്കണം, അത്രയും സർചാർജ് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ്റെ കഥ. നോക്കാം. അതായത് ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ്, നോക്കണേ, സർചാർജ് ഫോർ ദി ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, നമ്മളെ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിംഗ് ഡിവിഡൻഡ് ഇൻകം ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ചാർജബിൾ ടു ടാക്സ് അണ്ടർ സെക്ഷൻ 111A 112 മോർ ദാൻ 50 lakh ബട്ട് അപ് ടു 1 crore. അതായത് നമ്മളെ ടോട്ടൽ ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോസ് ചെയ്ത് 50 ലക്ഷം ക്രോസ് ചെയ്തു. 50 ലക്ഷം ടോട്ടൽ ഇൻകം ക്രോസ് ചെയ്ത് 1 ലക്ഷത്തിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അത് 1 ലക്ഷം വരെ ഉള്ളൂ. 50 ടു 1 crore, 1 കോടിയുടെ, 1 ലക്ഷം അല്ല, 1 കോടി, 1 കോടിയുടെ ഉള്ളിലാണ് ഇൻകം എന്നുണ്ടെങ്കിൽ 10% സർചാർജ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒന്നത്. ഇനി ടോട്ടൽ ഇൻകം 1 കോടി എക്സീഡ് ചെയ്ത് പക്ഷെ 2 കോടിക്കുള്ളിലാണെങ്കിൽ 15% ടാക്സ് കൊടുക്കേണ്ടി, സർചാർജ് കൊടുക്കേണ്ടി വരും. ഇതിൽ ഇൻക്ലൂഡിങ് ഡിവിഡൻഡ് ഇൻകം ഉണ്ട്, അതായത് എല്ലാ ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ അടക്കം. ക്യാപിറ്റൽ ഗെയിൻ ഇങ്ങനെ സെപ്പറേറ്റ്ലി പറയാനുള്ള കാരണം വെച്ചാൽ 111A 112 112 ഏതൊക്കെ സെപ്പറേറ്റ്ലി ടാക്സ് ചെയ്യുന്ന, സെപ്പറേറ്റ് ടാക്സേഷൻ റേറ്റ് ഉള്ളതാണ്.
എല്ലാ ഇൻകം ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം. ഓക്കെ, ടോട്ടൽ ഇൻകം എല്ലാ ഇൻകം കൂട്ടുമ്പോൾ 50 ലക്ഷം ക്രോസ് ചെയ്തു, 1 കോടി എക്സീഡ് ചെയ്തിട്ടില്ല, 10% സർചാർജ് കൊടുക്കണം. എല്ലാ ഇൻകം കൂട്ടുമ്പോൾ 1 കോടി എക്സീഡ് ചെയ്തു, പക്ഷേ 2 കോടി എക്സീഡ് ചെയ്തിട്ടില്ല, 15% സർചാർജ് കൊടുക്കണം. ഇനി ടോട്ടൽ ഇൻകം 2 കോടിക്ക് മുകളിലാണെങ്കിൽ, മോർ ദാൻ 2 ക്രോർ ആണെങ്കിൽ വ്യത്യാസമുണ്ട്. മോർ ദാൻ 2 ക്രോർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സർചാർജ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റേറ്റ് ഓഫ് സർചാർജ് ഓൺ ഇൻകം ടാക്സ് പേബിൾ ഓൺ പോർഷൻ ഓഫ് ഡിവിഡൻഡ് ഇൻകം ക്യാപിറ്റൽ ഗെയിൻ ചാർജബിൾ ടു ടാക്സ് അണ്ടർ 112, അതായത് 2 കോടി ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 2 കോടി ക്രോസ് ചെയ്തത് അതിലെ ക്യാപിറ്റൽ ഗെയിനിൻ്റെയും ഡിവിഡൻഡ് ഇൻകത്തിൻ്റെ പോർഷന് എത്ര കൊടുത്താൽ മതി? 15 തന്നെ കൊടുത്താൽ മതി പഴയതിന്. അതായത് 2 കോടി ക്രോസ് ചെയ്ത് അപ്പോൾ അതിൽ ഇത്ര പോർഷൻ, അതായത് ഒരു 30% പോർഷൻ എന്തായിരുന്നു? ക്യാപിറ്റൽ ഗെയിനും ഡിവിഡൻഡ് ഇൻകം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ പോർഷന് 15% മാത്രം ടാക്സ് സർചാർജ് കൊടുത്താൽ മതി. റിമൈനിങ് 2 കോടിയുടെ റിമൈനിങ് ഇൻകം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഈ റിമൈനിങ് ടോട്ടൽ ഇൻകം അപ് ടു 2 ക്രോറേ ഉള്ളൂ. അതായത് ഇപ്പം എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നമുക്ക് 3 ക്രോറാണ് ഇവിടെ 3 ക്രോറാണ് ടോട്ടൽ, 2 ക്രോർ എക്സീഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 ക്രോറാണ് ടോട്ടലായിട്ട് വന്ന് നമ്മുടെ ഇൻകം, ടോട്ടൽ ഇൻകം. അതിൽ 3 ക്രോറിൽ 1.5 ക്രോർ വേണ്ട, 1. നമുക്ക് എളുപ്പമാക്കാം. ഓക്കെ, 1.2 ക്രോർ 1.2 ക്രോർ ഡിവിഡൻഡ് ഇൻകം ആയിരുന്നു. ഡിവിഡൻഡ് ആണ് ക്യാപിറ്റൽ ഗെയിൻ. 1.8 ക്രോർ അതർ ഇൻകം ആണ്. ഓക്കെ, ഇതിൻ്റെ സർചാർജ് എങ്ങനെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഡിവിഡൻഡ് ഇൻകത്തിന് എപ്പോഴും സർചാർജ് എത്ര ലിമിറ്റ് ചെയ്തിട്ടുള്ളത്? 15% ആണ്. ഓക്കെ, ബാക്കി എത്ര? 1.8 ഉണ്ട്. ഓക്കെ, ബാക്കി 2 കോടിൻ്റെ ഉള്ളിലാണെങ്കിൽ 15% തന്നെ. അപ്പോൾ 1.8 ആണ്, അപ്പോൾ 15% തന്നെയാണ്. ഓക്കെ, ഇനി ബാക്കി 2 കോടിക്കും 5 കോടിക്കും ഇടയിലാണെങ്കിൽ 25%. സപ്പോസ് ദിസ് ഈസ് 4 ക്രോർ, 4 കോടിയായിരുന്നു. 4 കോടിയിൽ 1.2 എന്തായിരുന്നു? നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ അതായിരുന്നു, അപ്പോൾ 15%. ബാക്കി 2.8 എന്തായിരുന്നു? അവിടെ അതർ ഇൻകം ആണ്. അപ്പോൾ 2.8 അതർ ഇൻകം ആയതുകൊണ്ട് അതർ ഇൻകത്തിന് 2 കോടി എക്സീഡ് ചെയ്ത് 5 കോടിക്ക് വരെ ആണെങ്കിൽ 25%. അപ്പോൾ ഇതിന് 25% സർചാർജ് കൊടുക്കേണ്ടി വരും. 5 കോടിക്കും മുകളിലാണെങ്കിൽ 37% എന്ത് ചെയ്യേണ്ടി വരും? സർചാർജ് കൊടുക്കേണ്ടി വരും. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, ഡിവിഡൻഡ് ഇൻകം ക്യാപിറ്റൽ ഇൻകത്തിന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, എപ്പോഴും 15% ആണ്. അപ്പോൾ ടോട്ടൽ ഇൻകം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം സപ്പോസ് 4 കോടി എക്സീഡ് ചെയ്തത് അല്ലെങ്കിൽ 2 കോടി എക്സീഡ് ചെയ്തിട്ടുണ്ട്, അത് 5, 6 എത്ര കോടി ആയിക്കോട്ടെ, അതിൽ 2 സെപ്പറേറ്റ് ചെയ്യണം. ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ നാച്ചുറൽ ആയിട്ടുള്ള ഇൻകം എത്ര, അതർ ഇൻകം എത്ര. ക്യാപിറ്റൽ ഗെയിനും ഡിവിഡൻഡ് ഇൻകം പെടും, ഡിവിഡൻഡ് ഇൻകം അതർ ഇൻകം അത്ര. ഈ ക്യാപിറ്റൽ ഗെയിൻ നാച്ചുറൽ ആയിട്ടുള്ള ഇൻകത്തിന് എപ്പോഴും സർചാർജ് 15% ആണ്. അതർ ഇൻകം നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കണം. അതർ ഇൻകം പിന്നെ എന്താ വെച്ചാൽ അതർ ഇൻകം എത്ര? 2 കോടിക്കുള്ളിലാണെങ്കിൽ 15% തന്നെ, 2 to 5 ആണെങ്കിൽ 25%, 5 മുകളിലാണെങ്കിൽ 37%. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സർചാർജ് കാൽക്കുലേഷൻ അധിക കേസിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നില്ലെങ്കിൽ നമ്മൾ വിജിലൻ്റ് ആവേണ്ടി വരും. എങ്ങനെ? ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടി വരും. 50 ലാക്ക് എക്സീഡ് ചെയ്തോ, 1 ക്രോഡ് എക്സീഡ് ചെയ്തോ, ഈ സാധനം നമ്മൾ പഠിച്ചു വെക്കേണ്ടി വരും മൈൻഡിൽ. 50 ലാക്ക് വരെ എത്ര? 50 ലാക്ക് വരെ ആണെങ്കിൽ സർചാർജ് ഉണ്ടോ? ഇല്ല. 50 ലാക്ക് എക്സീഡ് ചെയ്താൽ മാത്രമേ സർചാർജ് ഉള്ളൂ. അപ്പോൾ 50 to 1 crore 10%, 1 crore to 2 crore 15%, 2 crore എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറൈസേഷൻ നോക്കണം. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സർചാർജ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഫേം LLP ആണെന്നുണ്ടെങ്കിൽ സർചാർജ് അല്ല, നോർമൽ ടാക്സ് റേറ്റ് 30% ആണ്. ഓക്കെ, നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസ് അപ്പോൾ ഇതേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫേം LLP 30% ആണ്. നമ്മളെ 111, 112 അതൊക്കെ ഇല്ലേ, നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷന് സ്പെഷ്യൽ റേറ്റ് ആണ് അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, ഫേം LLPയും ലോക്കൽ അതോറിറ്റിയും കൂടെ ഒറ്റ കാറ്റഗറി. സർചാർജ് ഫേമിന് ഒറ്റൊരു പെർസെൻറ്റേജേ ഉള്ളൂ. അതായത് 1 കോടി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി 12% ഡയറക്റ്റ്. അതിൻ്റെ സ്ലാബ് വേറെ ഒന്നുമില്ല. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റി വെച്ചാൽ 10,000 വരെ 10%, 10 to 20 20%, 20,000 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ടോട്ടൽ ഇൻകം ആട്ടോ നോക്കുന്നത്, ടോട്ടൽ ഇൻകം. ഓക്കെ, 30%. ഇവിടെ സർചാർജ് 1 കോടി, പക്ഷേ 1 കോടിക്കും 10 കോടിക്കും ഇടയിലാണെങ്കിൽ 7%, 10 കോടിക്ക് മുകളിലാണെങ്കിൽ 12%. ഓക്കെ, ഇനി കമ്പനിക്ക് ഇപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറൈസേഷനാണ് പറയുന്നത്. അവരൊക്കെ സ്ലാബ് റേറ്റ് എങ്ങനെയാണെന്ന് അതൊക്കെ നമ്മൾ ഇതേപോലെ പഠിച്ചു വെക്കേണ്ടി വരും. വേറെ ഓപ്ഷൻ ഇല്ല. കാരണം പ്രൊവിഷൻ അങ്ങനെയല്ലേ, ഇവിടെ സ്ലാബ് നമ്മൾ അതേപോലെ പഠിച്ചു വെക്കേണ്ടി വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഡിവിജ്വലിനാണ് ഫോർ നമ്മുടെ ഇൻ്റർന്. കമ്പനി 2 തരത്തിലുണ്ട്. ഡൊമസ്റ്റിക് കമ്പനി ഉണ്ടാവും, ഫോറിൻ കമ്പനി ഉണ്ടാവും. ഡൊമസ്റ്റിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം കൂടി നോക്കണം. അതായത് ഇത് പ്രീവിയസ് ഇയർ 2022-23. ഓക്കെ, നമ്മളെ കുറേ മുമ്പുള്ള കമ്പനിയാണ്. അപ്പോൾ 2022-23 നമ്മുടെ ടേൺ ഓവർ 400 കോടിൻ്റെ ഉള്ളിലാണെങ്കിൽ 25% കമ്പനിക്ക് ടാക്സ് റേറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ 30% കമ്പനിക്ക് ടാക്സ് റേറ്റ്. ഇതൊക്കെ പുതിയ ഇൻകോപ്പറേറ്റ് ചെയ്ത കമ്പനിയാണെങ്കിലോ 2022-23 ഇല്ലല്ലോ, അപ്പം 25% തന്നെ.
നോക്കേണ്ട അതാണ് 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനിക്ക് എത്ര ടേൺ ഓവർ. ഇല്ലാത്ത കമ്പനിയാണെങ്കിൽ 0 അല്ലേ ടേൺ ഓവർ, 0, 400 കോടിക്കുള്ളിലാണ് 25%. മനസ്സിലായി. അപ്പോൾ 22-23 ആ ഇയറിൽ ടേൺ ഓവർ എത്ര എന്ന് നോക്കിയിട്ടാണ് ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സേഷൻ റേറ്റ്. അപ്പോൾ 25% ആണ് 400 കോടിക്കുള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ 30%. ഈ ഫോറിൻ കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ 35. ഡയറക്റ്റ്ലി ഇത് 35 അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ് ഇത് 35 ആക്കിയത്. ഓക്കെ, 35%. സർചാർജ് പറയുന്നത് നമ്മളെ ഇവരെ ഇതിൻ്റെ പോലെ തന്നെയായിരുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ അതേപോലെയാണ്. 1 crore to 10 crore ആണെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനിക്ക് 10%, 10 crore എക്സിഡ് ചെയ്ത് കഴിഞ്ഞാൽ 12%. ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ 1 crore to 10 crore 2%, 10 crore എക്സിഡ് ചെയ്ത് കഴിഞ്ഞാൽ 5%. ഓക്കെ, ഇത് കൂടാതെ സർചാർജ് കൊടുത്ത്, ടാക്സ് കൊടുത്ത്, സർചാർജ് ഒക്കെ കൊടുത്ത് ഞാൻ അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടെന്ന് അറിയാം, 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടി കൊടുക്കണം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂടി കൊടുക്കണം. ഓക്കെ, അത് എല്ലാം കൂടി കൂട്ടിയിട്ട് ടാക്സും സർചാർജും ഒക്കെ കൂടി കൂട്ടി അതിൻ്റെ മുകളിൽ 4% കൊടുക്കണം. ഒരു കാര്യം എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, ഈ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ടാക്സും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അത് നിയറസ്റ്റ് 10 എന്ത് ചെയ്യും, റൗണ്ട് ഓഫ് ചെയ്യണം. ഇതിന് മാർക്ക് ഉണ്ട് ആക്ച്വലി. ഇത് ആക്ച്വലി എന്താ പറയുക, നമ്മളെ മാർക്കല്ല എന്ന് വെച്ചാൽ നോക്കും നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. കാരണം ഇതും കൂടി നിങ്ങൾ അതിൽ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ ടോട്ടൽ ഇൻകം നിങ്ങൾ നിയറസ്റ്റ് 10 കൺവേർട്ട് ചെയ്തിട്ട് ഏതെന്ന് വെച്ചാൽ അത് ഒരു എക്സ്ട്രാ പോയിന്റാണ്. അത് പേപ്പർ നോക്കുന്ന ആൾക്ക് ഒരു എക്സ്ട്രാ ഒരു ഇതാണ്. അപ്പം അത് ശ്രദ്ധിക്കാൻ നോക്കുക. ഓക്കെ, ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ് മാർജിൻ റിലീഫ്. കാരണം ഇതും ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യനിൽ വരുന്ന, നമ്മളത് പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ പറയൂല ഇതിങ്ങനെ മാർജിൻ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. സർചാർജ് പോലെ തന്നെ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറഞ്ഞു തരുന്നില്ല. സർചാർജ് നമ്മൾ നോക്കണം വരുമോ ഇല്ല എന്നുള്ളത്. ഓക്കെ, സോ മാർജിൻ റിലീഫിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ സർചാർജ് ശരിക്കും ഒരു വള്ളിയല്ലേ. അതായത് ഒരു 50 ലക്ഷം ക്രോസ് ചെയ്ത നേരെ ഒറ്റയടിക്ക് വലിയൊരു പെർസെൻറ്റേജ് നമ്മൾ സർചാർജ് കൊടുക്കണം അല്ലേ, 10% സർചാർജ് കൊടുക്കണം. സോ അത് ഇതല്ലേ. അപ്പം ഒന്നാലോചിച്ച് നോക്കിയേ, എൻ്റെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,10,000. അപ്പോൾ ജസ്റ്റ് 10,000 ക്രോസ് ചെയ്തതിന് ഞാൻ 10% എന്ത് ചെയ്യേണ്ടി വരും, സർചാർജ് കൊടുക്കണം. ജസ്റ്റ് 10,000 ക്രോസ് ചെയ്തത്. അപ്പോൾ അത് ഒരു ഇതില്ലല്ലോ. അതായത് ജസ്റ്റ് ക്രോസ് ചെയ്തതിനൊക്കെ അത്രയും എമൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. അപ്പം അങ്ങനത്തെ, അതായത് അങ്ങനെ ലിറ്റിൽ ബിറ്റ് ഇൻക്രീസ്, ദർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഡിക്രീസ് ഇൻ ദ ഇൻകം. അത് 50 ജസ്റ്റ് ക്രോസ് ചെയ്ത്, അല്ലെങ്കിൽ 1 കോടി ജസ്റ്റ് ക്രോസ് ചെയ്ത്, അല്ലെങ്കിൽ 2 കോടി ജസ്റ്റ് ക്രോസ് ചെയ്ത്. അപ്പം ജസ്റ്റ് ക്രോസിങ് കൊണ്ട് തന്നെ വലിയ എമൗണ്ട് ഓഫ് സർചാർജ് വരിക. അപ്പം അപ്പോൾ ഇൻഡിവിജ്വലിന് അത് കമ്പനി ആണെങ്കിൽ 1 കോടി 10 കോടി നമ്മളെ കമ്പനിക്കും LLPക്കും ഒക്കെ. അപ്പോൾ ജസ്റ്റ് ആ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ക്രോസ് ചെയ്ത കേസാണെന്ന് വെച്ചാൽ ആ എൻ്റയർ എമൗണ്ട് ഓഫ് ടാക്സ് നമുക്ക് നഷ്ടം. അതായത് അതിൻ്റെ മുകളിൽ മൊത്തം നമ്മൾ സർചാർജ് കൊടുക്കാൻ പോവുക. അപ്പം അങ്ങനെ കൊടുക്കണ്ട, ഒരു റിലീഫ് ഉണ്ട്. പക്ഷെ ആ റിലീഫ് ഒരു കാൽക്കുലേഷൻ വഴിയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻകം ടാക്സ് നോർമൽ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അഡീഷണൽ ഇൻകം വന്നത് എത്രയാണോ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ഇൻക്രിമെൻ്റൽ ടാക്സ് എത്ര വന്നു നോക്കുക. അത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ആഫ്റ്റർ ദിസ് വിൽ ഡു സം ക്വസ്റ്റ്യൻസ് അബൌട്ട് മാർജിൻ റിലീഫ്. അങ്ങനെ സർചാർജ് എന്ത് ചെയ്യുക, മാർജിൻ റിലീഫ് വെച്ചിട്ട് നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. സിമ്പിൾ സ്റ്റെപ്പാണ്, ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ സംഭവം പിടുത്തം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ഇതാണ്. അതായത് ജസ്റ്റ് ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് നഷ്ടമാണ്. അതിപ്പം ഒന്ന് റിലീഫ് ആക്കി കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് ക്രോസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ കൊടുത്താൽ മതി മാർജിൻ, ഈ പറഞ്ഞ സർചാർജ്. അപ്പോൾ സർചാർജിനുള്ളതാണ് മാർജിൻ റിലീഫ്, ശ്രദ്ധിക്കുക. അപ്പോൾ സർചാർജ് വരുമ്പോഴേ മാർജിൻ റിലീഫ് വരുള്ളൂ. ക്വസ്റ്റ്യനിൽ സർചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതും കൂടി നോക്കേണ്ടി വരും. അപ്പോൾ നോക്കാനുള്ള ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ക്രോസ് ചെയ്തതാണോ നോക്കുക. വലിയ ക്രോസിംഗ് ആണെങ്കിൽ മാർജിൻ റിലീഫ് കിട്ടൂല, കാൽക്കുലേറ്റ് ചെയ്താലും കിട്ടണമെന്നില്ല, കിട്ടൂല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്രോസ് ചെയ്തുകൊണ്ട് സർചാർജ് വന്ന കേസാന്ന് വെച്ചാൽ, ഇൻവെസ്റ്റ് ചാർജ് ഇപ്പം കൂടിയ കേസാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, മാർജിൻ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യുക. ഈ സ്റ്റെപ്പ് അവിടെ കാണിച്ചു തരുന്നുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. അടുത്തത് 87 ഇയർ റിബേറ്റ് ആണ്. അത് വലിയ എന്താ പറയുക, ഗവൺമെൻറ് തരുന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് പറയാം റിബേറ്റ്. ഇത് കിട്ടുന്നത് ഇൻഡിവിജ്വലിൽ മാത്രമേ ഉള്ളൂ. ഒന്നത്, 2 അയാൾ റെസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ നോൺ റെസിഡൻറ്റിന് റിബേറ്റ് കിട്ടുമോ, ഇല്ല. 87 ഇയർ റിബേറ്റ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷം വരെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് 100% ഓഫ് ടാക്സ് പേയബിളോ അല്ലെങ്കിൽ 12,500 വിച്ച് എവർ ഈസ് ലോവർ നിങ്ങൾക്ക് റിബേറ്റ് കിട്ടും. അതായത് എൻ്റെ ഇൻകം 4.5 ലക്ഷം ആണെങ്കിൽ ഞാൻ ടാക്സ് കൊടുക്കണോ, വേണ്ട, റിബേറ്റ് പോയി. 100% ഓഫ് ടാക്സ് റിബേറ്റ് ഓർ 12,500 വിച്ച് എവർ ഈസ് ലോവർ. എൻ്റെ ഇൻകം കറക്റ്റ് 5 ലക്ഷം, എനിക്ക് ടാക്സ് എന്തെങ്കിലും കൊടുക്കണോ, വേണ്ട. 5 ലക്ഷം എന്ന് പറയുമ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12,500 പോയി. അപ്പോൾ 5 ലക്ഷം വരെ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഏത് റെജീമാണ്, ഓൾഡ് റെജീമാട്ടോ, നമ്മൾ ഡിഫോൾട്ടൊക്കെ എത്തിയിട്ടില്ല. ഓക്കെ, ഇനി റിബേറ്റ് ഷാൽ ബി റെഡ്യൂസ്ഡ് ആഫ്റ്റർ ബിഫോർ ആഡിങ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻസ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻസ് കാണുന്നതിന് മുമ്പെയാണ് നമ്മൾ റിബേറ്റ് നമ്മൾ കുറക്കുക, എന്നിട്ടാണ് HEC കാണുക. ഓക്കെ, അപ്പം
റിബേറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് തരാൻ ഡിസ്കൗണ്ട് പോലെ. റിബേറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്. നിങ്ങളുടെ ടോട്ടലിംഗ് 5 ലക്ഷത്തിനുള്ളിലാണെങ്കിൽ അതിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 12,500. ഇതിലേതാണോ കുറവ് അത് നിങ്ങൾക്ക് റിബേറ്റ് ആയിട്ട് തരാം. അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. കുറക്കുക, ഇങ്ങനത്തൊന്ന് ടാക്സ് ഒന്ന് കുറക്കുക. ടാക്സ് നമുക്കൊരു റിബേറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് തരാം. അത്രയും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ദിസ് റിബേറ്റ് ഷാൽ ബി റെഡ്യൂസ്ഡ് ബിഫോർ ആഡിംഗ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A അവൈലബിൾ അഗൈൻസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് ഇൻകം എക്സെപ്റ്റ് LTCG അണ്ടർ 112A. അപ്പോൾ റിബേറ്റ് എല്ലാ ഇൻകത്തിനും റിബേറ്റ് കിട്ടും. ഓക്കെ, ഇത് വലിയ വിവാദമുള്ള കേസ് ചെയ്യുന്നത്. എല്ലാ ഇൻകത്തിനും റിബേറ്റ് കിട്ടും, എക്സെപ്റ്റ് ഏതിന് കിട്ടൂല? നമ്മൾ LTCG ഇല്ലേ, 112A അനുസരിച്ചിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ റിബേറ്റ് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പം എല്ലാ ഇൻകത്തിനും എനിക്ക് റിബേറ്റ് നോക്കാം. 5 ലക്ഷത്തിനുള്ളിലാണെങ്കിൽ എനിക്ക് റിബേറ്റ് കിട്ടും. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് 112A അനുസരിച്ചിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് എൻ്റെ ഇൻകം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ പോർഷൻ ഓഫ് ഇൻകത്തിൻ്റെ മുകളിൽ എനിക്ക് റിബേറ്റ് കിട്ടൂല. അതിന് മുകളിൽ ഞാൻ ഡയറക്റ്റ് ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതും ഓർത്ത് വെക്കുക. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാ ഇൻകത്തിനും റിബേറ്റ് കിട്ടും. ഇപ്പോൾ 5 ലക്ഷമാണ്, 5 ലക്ഷം തന്നെയാണ് എൻ്റെ ടോട്ടൽ ഇൻകം കേട്ടോ. അതിൽ ഒരു 1.5 ലക്ഷം ക്യാപിറ്റൽ ഗെയിനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിബേറ്റ് ആ 1.5 ലക്ഷം വെച്ച് ബാക്കി 3.5 ലക്ഷത്തിൻ്റെ മുകളിൽ റിബേറ്റ് പോകും, ടാക്സ് കൊടുക്കണ്ട. പക്ഷേ 1.5 ലക്ഷത്തിന് LTCG ടാക്സ് കൊടുക്കേണ്ടി വരും, റിബേറ്റ് പോകില്ല. അതാണ് പറഞ്ഞ ഇതിൻ്റെ അർത്ഥം. മാർജിൻ റിലീഫ് കൺസെപ്റ്റ് നോട്ട് അപ്ലിക്കബിൾ ഓൺ റിബേറ്റ് എക്സെപ്റ്റ് നെസസറി ഓപ്റ്റൻ 115BSc. അതായത് ഈ നമ്മൾ സർചാർജിൻ്റെ കേസിൽ മാർജിൻ റിലീഫ് പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ ഒരു മാർജിൻ റിലീഫ് ഉണ്ട്. പക്ഷേ ഈ റിജീമിൽ അപ്ലിക്കബിൾ അല്ല. 115BSc ഡിഫോൾട്ട് റിജീമിൽ മാർജിൻ റിലീഫ് അപ്ലിക്കബിൾ ഉണ്ട്. എൻ്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ, അതായത് എൻ്റെ ഇൻകം 5,10,000 അല്ലെങ്കിൽ 5,10,000. എടാ ജസ്റ്റ് ക്രോസ് ചെയ്ത് 5 ലക്ഷം ജസ്റ്റ് ക്രോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിബേറ്റ് മൊത്തത്തിൽ നഷ്ടപ്പെടുക, ശരിയല്ലേ? ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുള്ളൂ, എനിക്ക് റിബേറ്റ് ഫുള്ള് പോയി. ശരിക്കും അത് ന്യായമായി ശരിയല്ല. 1000 രൂപ കൂടി എനിക്ക് മൊത്തം റിബേറ്റ് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പോൾ അവിടെയും ഒരു മാർജിൻ റിലീഫ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ പറ്റൂല. 115BSc അനുവദനീയമാണ്, ഇവിടെ അനുവദനീയമല്ല. ഇവിടെ 5,10,000 കഴിഞ്ഞാൽ റിബേറ്റ് തീരെ ഇല്ല. 5,10,000 മുകളിൽ ഡയറക്റ്റ് ഹിറ്റ് ടാക്സ്, സ്ലാബ് അനുസരിച്ച് ഡയറക്റ്റ് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് ഓൾഡ് റെജീമിൽ. ഡിഫോൾട്ട് റെജീമിൽ 5 ലക്ഷത്തി ഇപ്പം അവിടെ പറയുന്ന ഒരു റിബേറ്റ് ഉണ്ട്. ആ റിബേറ്റിൻ്റെ ജസ്റ്റ് ഇൻകത്തിൻ്റെ ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. മാർജിൻ റിലീഫ് കിട്ടും, റിബേറ്റ് വരും, എന്നാലും കിട്ടും റിബേറ്റ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം മാർജിൻ റിലീഫ് ഉണ്ടോ നോക്കാം. അപ്പം മാർജിൻ റിലീഫ് വരുന്ന ഒന്ന് സർചാർജിനാണ്, എപ്പോഴും കിട്ടും, എപ്പോഴും വരും. പക്ഷേ റിബേറ്റിൻ്റെ കേസിൽ മാർജിൻ റിലീഫ് ഏത് കേസിൽ മാത്രമേ വരുള്ളൂ? 115BSc മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ ദിസ് ഓൾ അബൌട്ട് നമ്മളെ ഓൾഡ് റെജീം. ഇനി നമ്മളെ ന്യൂ റെജീമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ന്യൂ റെജീം എന്ന് പറയില്ല അപ്പം, ഇപ്പോൾ ഡിഫോൾട്ട് റെജീം എന്നാണ് പറയാം. അതായത് പുതിയതായിട്ട് പിന്നീട് കൊണ്ടുവന്നൊരു സാധനമാണ് ഡിഫോൾട്ട് റെജീം. അതായത് കുറച്ചും കൂടിയും ഒന്ന് എന്താക്കി കൊടുക്കുക, ഒന്ന് റിലാക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ടാക്സ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർക്കൊന്നും വലിയ സുഖമല്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് സുഖമാക്കി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഡിഫോൾട്ട് ടാക്സേഷൻ റെജീം. ഇതിൽ സെക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 115BSc ആണ് ഇതിൻ്റെ സെക്ഷൻ. ഓക്കെ, അപ്പം ഇൻഡിവിജ്വൽ HUF AOPക്കൊക്കെ ടാക്സ് റേറ്റ് ഒക്കെ ഒന്ന് മാറും. അവിടെ നമ്മൾ 2.5 ലക്ഷം വരെ പഠിച്ചത്, ഇവിടെ നോക്കിക്കേ 3 ലക്ഷം വരെ ടാക്സ് അടക്കണം. അപ്പോൾ ഞാൻ 115BSc അനുസരിച്ച് ഡിഫോൾട്ട് ടാക്സേഷൻ റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു 3 ലാക്ക് ഞാൻ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 3 ലാക്ക് ടു 7 ലാക്ക് നെക്സ്റ്റ് 3 ലാക്ക് ടു 7 ലാക്ക് സ്ലാബിന് ഞാൻ 5% ടാക്സ് കൊടുക്കുക. പിന്നെ അങ്ങനെ 5 പിന്നെ കൂട്ടിക്കൊണ്ടിട്ടാ, +5 +5 +5 +10. ഓക്കെ, 7 to 10ന് 10%. ഇത് പുതിയ അമെൻമെൻ്റ് ആണ്, കാരണം സ്ലാബ് മാറിയിട്ടുണ്ട്. ജൂൺ 2025 എക്സാമിനും മെയ് 2025 എക്സാമിനും ഒക്കെ ഈ സ്ലാബിലാണ് ഇപ്പോൾ പോവുക. ആൻഡ് 10 ലാക്ക് ടു 12 ലാക്കിന് 15%, 12 ലാക്ക് ടു 15 ലാക്കിന് 20%, 15 ലാക്ക് ക്രോസ് ചെയ്ത് 30%. അപ്പോൾ 3 to 7, 7 to 10, 10 to 12, ദെൻ 12 to 15. ഓക്കെ, 5, 10, 15, 20, 30, 5, 10, 15, 20, 30. ഓക്കെ, ഈ സർചാർജ് നമ്മുടെ നോർമൽ റെജീമിൻ്റെ അതേ കേസ് തന്നെയാണ്. സെയിം സ്ലാബ്, സെയിം പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിലൊരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം ഉള്ളത്, ഇവിടെ 37% സർചാർജ് അപ്ലിക്കബിൾ അല്ല. അതായത് 5 കോടിൻ്റെ ഈ സാധനമല്ലേ, അത് പുതിയ അമെൻമെൻ്റ് ആയിരുന്നു. ഇപ്പോഴല്ല, കഴിഞ്ഞ അറ്റംപ്റ്റ്, മുമ്പത്തെ അറ്റംപ്റ്റ് വന്ന അമെൻമെൻ്റ് ആയിരുന്നു. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഇത് അപ്ലിക്കബിൾ അല്ല. ഈ 30 ഇവിടെ വരെ നിൽക്കും. എന്നുവെച്ചാൽ 2 കോടി ക്രോസ് ചെയ്ത അപ്പോഴും 25% മേജർ ആയിട്ടുള്ള, അതായത് ബിഗ് ആയിട്ടുള്ള സർചാർജ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് റേറ്റ്. 37% വരില്ല. 5 കോടി ക്രോസ് ചെയ്താലും 25% തന്നെ വരിക. ഇത് വരില്ല. മോർ ദാൻ 5 crore എന്നുള്ള കേസില്ല. 2 crore ക്രോസ് ചെയ്താൽ തന്നെ 25%. 5 crore കേസ് വരില്ല ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് റേറ്റ്. 37% സർചാർജ് അവിടെ ഇല്ല. ഒന്നുകൊണ്ട് റിലാക്സ് ആക്കി കൊടുത്താണ്. ഓക്കെ, ബാക്കി സർചാർജ് സെയിം ആണ്, റിലീഫൊക്കെ സെയിം, മാർജിൻ റിലീഫൊക്കെ സെയിം ആണ് ഡിഫോൾട്ട് റെജീമിൽ.
ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഇവിടെ അപ്ലിക്കബിൾ ആണ് 4%. ദെൻ നമ്മുടെ ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് കൂട്ടിക്കോ. ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ചില ആൾക്കാർ പേ ചെയ്യണം. 115 BSc ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് AMT എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നീട് ഡിസ്കസ് ചെയ്യാനുണ്ടാവും, അപ്പം പറയാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളെ 115 BSc ഡിഫോൾട്ട് ടാക്സേഷൻ റെജിമിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അതായത് ക്വസ്റ്റ്യനിൽ ചിലപ്പം പറയും ഓപ്റ്റിംഗ് ഡിഫോൾട്ട് ടാക്സ് റെജിം എന്ന് പറയും, അല്ലെങ്കിൽ ഓപ്റ്റ് ഔട്ട് ഡിഫോൾട്ട് ടാക്സ് റെജിം. ഓപ്റ്റ് ഔട്ട് 115 BSc എന്ന് പറയും. ഓക്കെ, ഓപ്റ്റ് ഔട്ട് 115 BSc എന്ന് പറയാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഔട്ട് എന്ന് പറയാം. ഷിഫ്റ്റ് ഔട്ട് ഓപ്റ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ അർത്ഥം നമ്മളെ ഓൾഡിലോട്ട് തന്നെ തിരിച്ചു പോകുന്ന കേട്ടോ. അപ്പോൾ ഈ വേർഡിങ്സ് ഈസ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള വേർഡിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളത് നോക്കും. അപ്പം സ്ലാബ് റേറ്റ് മാറി ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ടാക്സ് റെജിം. പിന്നെ സർചാർജ് 37% സർചാർജ് അപ്ലിക്കബിൾ അല്ല, 25 സ്റ്റോപ്പ് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഇവിടെ അപ്ലിക്കബിൾ ഉണ്ട്. പിന്നെ AMT വരില്ല എന്ന് പറഞ്ഞ് ഇൻ കേസ് ഓഫ് 115 BSc AMT അടക്കേണ്ട ആവശ്യമില്ല. AMT എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നീട് പറയും. ഓക്കെ, ഇനി എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? 115 BSc ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില കണ്ടീഷൻസ് അവിടെ വരും. അപ്പം നമുക്ക് ഇൻകം ടാക്സിൽ ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. അതായത് ഇൻകം കുറക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. നേരായ വഴികളാട്ടോ, നമ്മളെ കുറുക്ക് വഴികളൊന്നുമല്ല. നേരായ വഴികളിന് ഒരുപാട് പറയുന്നുണ്ട്. ഒരുപാട് അലവൻസിൻ്റെ ഒരുപാട് എക്സംഷൻസ്, അതുപോലെ കുറേ ഡിഡക്ഷൻസ്, ഇതൊക്കെ ഉണ്ട്. അപ്പം 115 BSc ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ഒരു അവസരം തരുന്നത് ആക്ച്വലി വലിയ സ്ലാബാക്കി കൊടുത്തിട്ടുണ്ട്. ടാക്സ് ഒക്കെ ഉണ്ടോ 3 ലക്ഷത്തിന് 7 ലക്ഷത്തിനുള്ളിലാണെങ്കിൽ 5% വരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ഇളവുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഡക്ഷൻ ചെലവുകൾ കിട്ടൂല. അപ്പോൾ ഈ താഴെ പറയുന്ന ടേബിളിലത്തെ ഡിഡക്ഷൻസ് ഒന്നും നിങ്ങൾക്ക് അവൈലബിൾ അല്ല, കിട്ടൂല. അപ്പം എന്തൊക്കെ കിട്ടാത്തത്? ഇപ്പോൾ ഒരു സെക്ഷനും പറയുന്നുണ്ട് ഏതൊക്കെ എക്സംഷനും ഡിഡക്ഷനും കിട്ടാത്തതെന്ന് പറയും. ഇതൊന്നും കിട്ടൂല, ഇതൊന്നും കുറക്കാൻ പറ്റില്ല ഇൻകത്തിൽ നിന്ന്. ലീവ് ട്രാവൽ കൺസെഷന്, HRAയുടെ കമ്പ്യൂട്ടേഷന് ഒന്നും ചെയ്യാനൊന്നും കിട്ടൂല. HRA അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളി ടാക്സ് ചെയ്യും. അതിൽ നമുക്ക് അലവൻസിന് ഡിഡക്ഷൻ എക്സംഷൻ ഉണ്ട്, എക്സംഷൻ ഒന്നും കിട്ടൂല. അതേപോലെ ഡെയിലി സ്പെഷ്യൽ അലവൻസ്, നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസുകൾ, ഡെയിലി അലവൻസ്, കൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് ഫോർ MP and MLAs, പിന്നെ എക്സംഷൻ ഓഫ് ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ഇൻക്ലൂഡ് ഇൻ ദ ഇൻകം ഓഫ് പാരന്റ്. ഈ മൈനർ ചൈൽഡിൻ്റെ ഇൻകം പാരന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു എക്സംഷൻ ഉണ്ട്, അതൊന്നും കിട്ടൂല. പിന്നെ നമ്മളെ സെസ്സിന് ടാക്സ് ഹോളിഡേ സെക്ഷൻ 10AA അത് ഫൈനലിനാണ് അപ്ലിക്കബിൾ. നിങ്ങളിപ്പോൾ ഇവിടെ പഠിക്കാനില്ല, അപ്പോൾ അതിൻ്റെ ഒരു എക്സംഷൻ ഉണ്ട്, അതും കിട്ടില്ല. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പ്രൊഫഷൻ ടാക്സ് പേ ചെയ്യേണ്ടി വരും, കിട്ടില്ല, എക്സംഷൻ ഒന്നുമില്ല. പിന്നെ അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇൻ റെസ്പെക്ട് ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി. ഈ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് നമുക്ക് സെക്ഷൻ 24A ക്ലെയിം ചെയ്യാം, കിട്ടില്ല. അഡീഷണൽ ഡെപ്രിസിയേഷൻ നമ്മൾ കിട്ടില്ല. ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. അതായത് ഒക്കെ നമ്മൾ വരും. ഇപ്പം ഇത്രയും പോർഷൻ ലീവ് ട്രാവൽ കൺസ് HRA എക്സംഷൻ ഒക്കെ നമ്മൾ സാലറി പോർഷനിൽ പഠിക്കുന്നതാണ്. ഇത് നമ്മൾ HP പഠിക്കുന്നതാണ്, ഇതും സാലറി പഠിക്കുന്നതാണ്. അഡീഷണൽ ഡെപ്രിസിയേഷൻ നമ്മളെ PGEP വരുന്നതാണ്. ഈ 35(1) സബ്സെക്ഷൻ 1 ക്ലോസ് 2 അതൊക്കെ റിസർച്ച് റിലേറ്റഡ് ഡിഡക്ഷൻ, ഇത് നമ്മൾ PGEP വരുന്നതാണ്. 35AD ഇത് നമ്മളുടെ PGEP വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കുറേ ഡിഡക്ഷൻസാണ്, ഇൻകത്തുനിന്ന് കുറക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതൊന്നും കുറക്കാൻ പറ്റില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ATC നമ്മളുടെ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എന്ന് പറയും. ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്, ATC to ATU, അതൊന്നും കിട്ടൂല എക്സെപ്റ്റ് ATCCD സബ്സെക്ഷൻ 2 ആൻഡ് ATCCH സബ്സെക്ഷൻ 2 ആൻഡ് ATJJJI. ആ ATC കാറ്റഗറി, ATC മുതൽ ATU വരെ ഉണ്ട്. ഇതൊക്കെ ഡിഡക്ഷൻസാണ്, പല വെറൈറ്റി ആയിട്ടുള്ള. അപ്പം ATC മുതൽ ATU വരെയുള്ള ഒരു ഡിഡക്ഷനും നമുക്ക് അവൈലബിൾ അല്ല. അതർ ദാൻ ATCCD സബ്സെക്ഷൻ 2 ഏതാണെന്നുള്ളത് നമുക്ക് അപ്പോൾ ചാപ്റ്റർ 6 ഡിഡക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. ATCCH സബ്സെക്ഷൻ 2 ആൻഡ് ATJJI, ഈ മൂന്നെണ്ണല്ലാതെ ബാക്കിയുള്ള ഒരു ഡിഡക്ഷനും ATC കാറ്റഗറി വരുന്നത്, അതായത് നമ്മളെ ചാപ്റ്റർ 6 കാറ്റഗറി വരുന്ന ഒന്നും കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഡിഫോൾട്ട് ടാക്സ് റെജീമാണ് എടുക്കുന്നത് വെച്ചാൽ എൻ്റെ ഇൻകം എത്രയാണോ അത് നമ്മൾ ആ സ്ലാബ് റേറ്റ് അനുസരിച്ച് ടാക്സ് ചെയ്യും. അതിൽ ആ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റുന്നത് ആകെ ATCCD സബ്സെക്ഷൻ 2ഉം ATCCH സബ്സെക്ഷൻ 2ഉം ATJJI ആണ്. പിന്നെ ഇതിൽ പെടാത്ത വേറെ ഏതെങ്കിലും എക്സംഷൻ ഉണ്ട് വെച്ചാൽ അതും.
ഏകദേശമൊക്കെ ഇതിൽ കവേർഡാണ്. ബാക്കി നോർമലി വരുന്നത് കേട്ടോ, പ്രാക്ടിക്കലി വരുന്ന കുറേ കാര്യങ്ങൾ ഇത് ഇതിൽ കവർ. ലീവ് ട്രാവലൊക്കെ HR ഒക്കെ നോർമലി സംഭവിക്കുന്നതൊന്നും കിട്ടൂല. ഡിഫോൾട്ട് റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ. അതുപോലെ തന്നെ ചില ലോസസ് ഇനി സെറ്റ് ഓഫ് ചെയ്യാനോ ക്യാരി ഫോർവേഡ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ നമുക്ക് ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഇപ്പോൾ പല പല ഹെഡ് ഉണ്ടെന്ന് പറഞ്ഞ്, നമുക്ക് സാലറി ഉണ്ട്, HP ഉണ്ട്, അപ്പോൾ പല പല ഹെഡ് ഉണ്ട്. അതേപോലെ ആക്കെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ഹെഡിൽ നിന്ന് ടോട്ടൽ നെറ്റ് ഇൻകം കമ്പ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ സെറ്റ് ഓഫ് ചെയ്യാനൊക്കെ നടക്കും. നടക്കുമ്പോൾ സെറ്റ് ഓഫ് എന്നുള്ള ചാപ്റ്റർ വേറെ പഠിക്കാനുണ്ട്. അപ്പം അതൊക്കെ പോസിബിൾ. അതായത് നെറ്റ് ഇൻകത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അപ്പം ടാക്സ് എന്ന് പറയുന്നത് വലിയ ബേർഡൻ ആണെന്ന് വെച്ചാൽ ആണ്. പക്ഷേ ഇങ്ങനെ ലോസ് ഒക്കെ നോക്കി ഇത് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ഒക്കെ എടുക്കാനൊക്കെ പറ്റും. ഈ ലോസ് സെറ്റ് ഓഫിലും ചില റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. എന്താണ്? സർട്ടൻ ലോസ് നോട്ട് അലൗഡ് ടു ബി സെറ്റ് ഓഫ്. എന്തൊക്കെയാണത്? ക്യാരി ഫോർവേഡ് ഓർ ഡിപ്രിസിയേഷൻ ഫ്രം എനി എയർലിയർ അസസ്മെന്റ് ഇയർ ഇഫ് സച്ച് ലോസ് ഓർ ഡിപ്രിസിയേഷൻ ആർട്ടിബിൾ ടു എനി ഓഫ് ദി ഡിഡക്ഷൻ റെഫർ ടു ഇൻ വൺ അബവ്. അതായത് മുമ്പത്തെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതായത് ലോസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അപ്പം ക്യാരി ഫോർവേഡ് ചെയ്ത വല്ല ലോസോ ഡിപ്രീസിയേഷൻ വല്ലതും നമുക്ക് ഡിപ്രീസിയേഷനും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് BGP പഠിക്കണം. ഈ ഡിപ്രീസിയേഷൻ്റെ ക്യാരി ഫോർവേഡ്, ഇത് ശരിക്കും ക്യാരി ഫോർവേഡും സെറ്റ് ഓഫ് എന്നുള്ള ചാപ്റ്റർ പഠിക്കണം. ഓക്കെ, നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാം. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമയം വെറുതെ പോകും. ഓക്കെ, അപ്പം ഈ ഡിപ്രീസിയേഷനും നമുക്ക് എന്താ പറയുക, സെറ്റ് ഓഫ് ലോസസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്തത് ഇയർലിയർ അസസ്മെന്റ് ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്ത് ഈ വർഷത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലുള്ള ലോസോ ഡിപ്രിസിയേഷനോ ഈ മേലെ പറഞ്ഞ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വന്നതാണ്. അതായത് മേലെ പറഞ്ഞ ഏതെങ്കിലും ഐറ്റംസ് മുമ്പ് ഡിഡക്ഷൻ എടുത്തോണ്ട്, കഴിഞ്ഞ വർഷം ഡിഡക്ഷൻ എടുത്തോണ്ടാണ് ആ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ആ ലോസ് വന്നത് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ അലോ ചെയ്യില്ല. അതായത് കഴിഞ്ഞ വർഷം ഞാൻ ഓൾഡ് റെജീമിൽ ഓൾഡ് റെജീമിൽ പോയതുകൊണ്ട് തന്നെ, കഴിഞ്ഞ വർഷം ഓൾഡ് റെജീമിൽ എടുത്തുകൊണ്ട് തന്നെ എനിക്കെന്താ എല്ലാ ഡിഡക്ഷൻസും കഴിച്ചിട്ടാണ് ഞാൻ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ഡിഡക്ഷനും കഴിച്ച് നോക്കിയപ്പം അവിടെ ലോസാണ് വരുന്നത്. ആ ലോസാണ് ഇപ്പോൾ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇപ്രാവശ്യം എടുക്കാൻ പാടില്ലാത്ത ഏതൊക്കെയോ ഡിഡക്ഷൻസ് കഴിഞ്ഞ തവണ എടുത്തിട്ട് കൊണ്ടുവന്ന ലോസാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എടുക്കാൻ പാടില്ലാത്ത കുറേ ഡിഡക്ഷൻസ് കഴിഞ്ഞ തവണ എടുത്തില്ലേ, ഇപ്രാവശ്യം എടുക്കാൻ പാടില്ലായിരുന്നല്ലോ. അപ്പോൾ എടുക്കാൻ പാടില്ലാത്ത ചില ഡിഡക്ഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം കിട്ടിയ ലോസ് ആയതുകൊണ്ട് തന്നെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോക്കണം, അതായത് ആ ലോസ് വരാനുള്ള റീസൺ മേലെ പറഞ്ഞ ഏതെങ്കിലും മേലെ പറഞ്ഞ ഏതെങ്കിലും ഡിഡക്ഷൻസ് ചെയ്യാൻ പാടില്ലാത്ത ഏതെങ്കിലും ഡിഡക്ഷൻസ് എടുത്തത് കൊണ്ട് മൂലമാണോ അത് ആ ഒരു ലോസ് അല്ലെങ്കിൽ ആ ഡിപ്രീസിയേഷൻ ക്യാരി ഫോർവേഡ് ആയി വന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അലോ ചെയ്യില്ല. ഓക്കെ, അതൊന്ന്. ആ സെറ്റ് ഓഫ് അടിക്കുമ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് വരാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അണ്ടർ ദി ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി വിത്ത് എനി അതർ ഹെഡ് ഓഫ് ഇൻകം വുഡ് നോട്ട് ബി അലൗഡ്. ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ലോസ് നമുക്ക് ഒരു ഹെഡുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. 115 BS എടുത്തു കഴിഞ്ഞാൽ മറ്റേൽ പറ്റും. അപ്പം നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് നമുക്ക് മറ്റ് ഇൻകമായിട്ട്, അതായത് എനിക്ക് HP ലോസ് വന്ന് ഹൗസ് പ്രോപ്പർട്ടി ലോസാണ്, സാലറി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡിപ്രീസിയേഷൻ ഓർ അഡീഷണൽ ഡിപ്രീസിയേഷൻ റെസ്പെക്ട് ഓഫ് എനി ബ്ലോക്ക് അസറ്റ്സ് എൻറ്റൈറ്റിൽഡ് ടു മോർ ദാൻ 40% would be restricted to 40% on the റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് സച്ച് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. 40% വരുന്ന 40%ൽ കൂടുതൽ വരുന്ന ഏതെങ്കിലും ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ബ്ലോക്ക് ഓഫ് അസറ്റ് ഉണ്ടെങ്കിൽ അത് 40% ലിമിറ്റ് ചെയ്യും. അതായത് മാക്സിമം ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടില്ല എത്ര റേറ്റ് ആണ്? 40%, അത്രേ ഉള്ളൂ. സോ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ 40% ആയിരിക്കും. അതിന് മേലത്തുള്ള ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിലും അത് 40% റെസ്ട്രിക്ട് ചെയ്യപ്പെടും. എക്സംഷൻ ഓഫ് ഡിഡക്ഷൻ ഫോർ അലവൻസ് ഓർ പെർക്വിസിറ്റ് പ്രൊവൈഡഡ് അണ്ടർ എനി ലോ ഫോർ ദ നെയിംസ് ഓഫ് ഇന്ത്യ വുഡ് നോട്ട് ബി അലൗഡ്. നമ്മളെ ഈ അലവൻസിൻ്റെ മുകളിൽ വേറെ പെർക്വിസിറ്റിൻ്റെ മുകളിലൊക്കെ കുറേ ഡിഡക്ഷൻസും എക്സംഷൻസും ഒക്കെ ഇല്ലേ, ഒന്നും കിട്ടില്ല. ഓക്കെ, പെർക്വിസിറ്റിൻ്റെ മുകളിലൊക്കെ കുറേ സാധനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് സാലറിയിൽ. അപ്പോൾ അതൊന്നും 115 ബേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടൂല. ഓക്കെ, നെക്സ്റ്റ്. ടൈം ലിമിറ്റ് ഫോർ എക്സസൈസിങ് ദി ഓപ്ഷൻ ടു ഷിഫ്റ്റ് ഔട്ട് ഓഫ് ദി ഡിഫോൾട്ട് ടാക്സ് റെജീം. അതായത് അതാണ് 115 BSc6. നമുക്ക് ഡിഫോൾട്ട് റെജീം എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, ഷിഫ്റ്റ് ഔട്ട് ചെയ്യാം. ആ ഷിഫ്റ്റ് ഔട്ട് ചെയ്യുന്ന സെക്ഷനാണ് 115 BSc6. ഡിഫോൾട്ട് റെജീമിൻ്റെ സെക്ഷൻ ആക്ച്വലി 115 BSc1A ആണ്. 1A. ഓക്കെ, ഡിഫോൾട്ട് റെജീമിൻ്റെ സെക്ഷൻ. ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള, അതായത് പുറത്ത് പോകാനുള്ള സെക്ഷനാണ്, ഷിഫ്റ്റ് ഔട്ട് ചെയ്യാനുള്ള സെക്ഷനാണ് 115 BSc6. അപ്പോൾ അതിന് ടൈം ലിമിറ്റ് ഉണ്ടോ? യെസ് ഉണ്ട്. അതായത് അസസി ഹാവ് നോ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. എനിക്ക് ബിസിനസ് ഇൻകോ അല്ലെങ്കിൽ പ്രൊഫഷൻ ഇൻകോ ഒന്നുമില്ല, PGEP ഇൻകം ഇല്ലാച്ചാൽ such an option has to be exercised along with the return of income to be furnished under section 139(1) for a previous year relevant to the assessment year in each previous year. അതായത് എനിക്ക് എല്ലാ ഇയറിലും എനിക്ക് എൻ്റെ ഇഷ്ടമാണ്. അതായത് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഞാൻ തീരുമാനിച്ചാൽ മതി. 139(1) റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ്. ഓക്കെ, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എനിക്ക് തീരുമാനിക്കാം
ഏത് ഓപ്റ്റ് ചെയ്യണം, ഏതാ ബെനിഫിറ്റ് നോക്കിയിട്ട് ഓപ്റ്റ് ചെയ്താൽ മതി. ഇൻ കേസ് ഞാൻ ബിസിനസ് ഓർ പ്രൊഫഷൻ ഇല്ലാത്ത, അതായത് PGP ഇൻകം ഇല്ലാത്തൊരു അസസ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യാം. ഇനി PGP ഉള്ള ആളാണെങ്കിലോ, അതായത് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകം ഉണ്ട്, ദ ഓപ്ഷൻ ഹാസ് ടു ബി എക്സൈസ്ഡ് ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് സ്പെസിഫൈഡ് അണ്ടർ 139(1) ഫോർ ഫർണിഷിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഫോർ സച്ച് പ്രീവിയസ് ഇയർ. Once such option is exceeded, it would be applicable to subsequent assessment year. Thereafter, such person shall be never eligible to exercise option under this section. അതായത് ഒരിക്കൽ ഞാൻ ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാറാൻ പറ്റില്ല ഇൻ കേസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം PGP ഇൻകം കൂടി ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറാൻ പറ്റൂല. മറ്റാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ അസസ്മെൻറ്റ് ഇയറിലും എനിക്ക് മാറി മാറി കളിക്കാം. അപ്പോൾ ഈ അസസ്മെൻറ്റ് ഇയറിൽ എനിക്ക് എന്ത് ചെയ്യാം, ഡിഫോൾട്ടിൽ പോകാം, അടുത്തതിൽ എനിക്ക് ഓൾഡിൽ പോകാം, പിന്നെ ഡിഫോൾട്ട് പോകാം, ഓൾഡ് പോകാം. പക്ഷേ നമ്മൾ PGP ഇൻകം ഉള്ള ആളാണെങ്കിൽ ഒരിക്കൽ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. ദാറ്റ്സ് ദി കേസ്. ഇനി നമുക്ക് ഇവിടെ റിബേറ്റ് ഉണ്ടോ ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ? യെസ് ഓഫ് കോഴ്സ്. നമ്മൾ ഓൾഡ് റെജീമിൽ എത്രയായിരുന്നു റിബേറ്റ്? 5 lakh വരെ റിബേറ്റ് ആയിരുന്നു. ഇവിടെയോ 7 lakh വരെ റിബേറ്റ്. ഓക്കെ, 7 lakh വരെയാണ് ഇൻകം എന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 12 lakh ആക്കിയത്. ഓക്കെ, നമുക്ക് അപ്ലിക്കബിൾ അല്ല, അത് ജൂൺ 2026 അല്ലെങ്കിൽ മെയ് 2026 എക്സാമിനാണ് അപ്ലിക്കബിൾ. അപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 12 ലക്ഷം. ഓക്കെ, അപ്പോൾ 7 ലക്ഷം വരെ ഇപ്പം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ടാക്സ് റെജീം. 100% ടാക്സ് അല്ലെങ്കിൽ 25,000 വിച്ച് ഈസ് ലോവർ. അതായത് ആ കാൽക്കുലേഷനാണ്. 7 ലക്ഷത്തിനുള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ 100% ടാക്സ്, അല്ലെങ്കിൽ 25,000 വിച്ച് ഏതാ ലോവർ, അത് ടാക്സ് കൊടുക്കണ്ട, റിബേറ്റ് ആയിട്ട് കിട്ടും, അത്രേ ഉള്ളൂ. അതും റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന്. അപ്പോൾ 7 ലക്ഷം വരെ ടാക്സ് പേ ചെയ്യേണ്ട, ടാക്സ് വരില്ല, റിബേറ്റിൽ പോകും. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ഓൾഡ് റെജീമിലാണെങ്കിൽ 5 lakh. ഇവിടെയും മാർജിൻ റിലീഫ് ഉണ്ട് കേട്ടോ. അതായത് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, നമ്മൾ ചെയ്ത് നോക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ടോട്ടൽ ഇൻകം 7 ലക്ഷം ജസ്റ്റ് കൂടി. അപ്പോൾ ലെസ്റ്റ് കൂടിയോണ്ട് തന്നെ എനിക്ക് റിബേറ്റ് ഫുള്ള് നഷ്ടമാവുമോ? ഇല്ല. അത് നമ്മുടെ ഓൾഡ് റെജീം ആണെങ്കിൽ 5 lakh ജസ്റ്റ് കൂടിയുണ്ടെങ്കിൽ ഫുള്ള് റിബേറ്റ് തീരെ കിട്ടില്ല, അവിടെ മാർജിൻ റിലീഫ് ഇല്ല. ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ നമുക്ക് മാർജിൻ റിലീഫ് ഉണ്ട്. അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ശരിക്കും അതിൻ്റെ സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ സിമ്പിളാക്കി പറയുകയാണ്, അതായത് 7 ലക്ഷം കൂടി പക്ഷേ 7,22,220 വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റിബേറ്റ് കിട്ടും, മാർജിൻ റിലീഫ് എലിജിബിളാണ്. 7,22,220 മുകളിലാണ് ഇൻകം എന്നുണ്ടെങ്കിൽ മാർജിൻ റിലീഫ് എലിജിബിൾ അല്ല. ഓക്കെ 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 അപ്പം ഇത് എന്തിനാ ഇത് ഇങ്ങനെ പ്രൊവിഷൻ ഇല്ല കേട്ടോ. 7,22,220 പ്രൊവിഷൻ ഇല്ല. ഇത് എളുപ്പത്തിന് വേണ്ടി ചെയ്താൽ, അതായത് ഇതിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർജിൻ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, കിട്ടൂല, ഇല്ല, എലിജിബിൾ അല്ല, കിട്ടൂല. ഇതിൻ്റെ ഗ്യാപ്പിൽ 7,22,220 ഗ്യാപ്പിലാണെന്നുണ്ടെങ്കിൽ മാർജിൻ റിലീഫ് കിട്ടും, നമുക്ക് എലിജിബിൾ ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ആ ഒരു ഐഡിയ കിട്ടുള്ളൂ, എങ്ങനെയാണ് 7,22,220 എങ്ങനെ വന്നതെന്നുള്ളത്. നോക്കാം, വിൽ ഡു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വേറെ ഏതെങ്കിലും ടാക്സ് റേറ്റ്സ് വരുന്നുണ്ടോ? ഉണ്ട്. നമ്മളെ ലോട്ടറി ഒക്കെ അല്ലേ, ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, റേസസ്, കാർഡ് ഗെയിംസിനൊക്കെ 115 BB എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഡയറക്റ്റ് ഹിറ്റാണ് 30%. ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ 30% ടാക്സ് അടക്കണം. ഈ റേസസ്, കാർഡ് ഗെയിംസ് ഒക്കെ എന്നൊക്കെ വല്ല കിട്ടിക്കഴിഞ്ഞാൽ 30% ടാക്സ് അടക്കണം. പിന്നെ അതേപോലെ 115 BEE എന്ന സാധനമുണ്ട്, ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ക്രെഡിറ്റ്സ് 68(2) അണ്ടർ സെക്ഷൻ 68 to 69D. അതായത് നമ്മൾ പിടിച്ചെടുത്ത, നമ്മൾ കാണിക്കാത്ത വല്ല സോഴ്സ് ഇല്ലാത്ത ഇൻകം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ വല്ലതുണ്ട് വെച്ചാൽ അത് അതിന് പ്രോപ്പറായിട്ടുള്ള സോഴ്സ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് എത്ര പെർസെൻറ്റേജ് കൊടുക്കേണ്ടി വരുന്ന അറിയോ? 60% ടാക്സും 25% സർചാർജും 4% സെസ്സും കൂട്ടി മൊത്തത്തിൽ 28% കൊടുക്കേണ്ടി വരും. 78% അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം വല്ലതും കയ്യിലുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇല്ല ഇൻകം എവിടെ നിന്ന് കിട്ടി എന്നുള്ളത്, അപ്പോൾ ഡയറക്റ്റ് ഹിറ്റ് അടിച്ചു തരും 78%. 1 ലക്ഷം ആണെങ്കിൽ അതിൻ്റെ 78%, 78,000 റുപ്യ ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരും. ടാക്സ് മാത്രമല്ല സർചാർജ് ഒക്കെ കൂടി. ടാക്സ് 60, സർചാർജ് 25. ഇതങ്ങനെ 78ആയി? 60 പ്ലസ് 25% പ്ലസ് 4%. 60ൻ്റെ മുകളിൽ 25% സർചാർജ്. 60 എന്ന് പറഞ്ഞാൽ 60%ൻ്റെ മുകളിൽ 25% സർചാർജ്, അതിൻ്റെ മുകളിൽ 4% സർചാർജ്, മൊത്തം കിട്ടുമ്പോൾ 78% കിട്ടും. അതേപോലെ 115 BBJ എന്ന സാധനമുണ്ട്, ഈ ഓൺലൈൻ ഗെയിംസിലെ പുതിയ സാധനം. ഓൺലൈൻ ഗെയിംസിന് 30% ഡയറക്റ്റ്, നെറ്റ് വിന്നിങ്സ് എത്രയാണോ അതിന് 30% ഡയറക്റ്റ് ടാക്സ് കൊടുക്കണം. ഇത് അതർ ടാക്സ് റേറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊരു കാര്യം പറയാനുള്ളത് അഗ്രികൾച്ചർ ഇൻകത്തിനെ കുറിച്ച്. ഓക്കെ, അഗ്രികൾച്ചർ ഇൻകം നോക്കാം. സോ അഗ്രികൾച്ചർ ഇൻകം ആക്ച്വലി ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, നോക്കാം, അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഡിഫറെൻ്റ് ആണ്, നോക്കാം. സെക്ഷൻ 10 subsection 1 പ്രൊവൈഡ്സ് ദാറ്റ് അഗ്രികൾച്ചർ ഇൻകം ഈസ് നോട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി. സോ അഗ്രികൾച്ചർ ഇൻകം എന്ത് ചെയ്യേണ്ട, ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സംപ്റ്റ് എന്നാണോ, എങ്ങനെയാണ് അതിൻ്റെ വരുന്നത് നോക്കാം. Agricultural income is totally exempt under the Act, but shall be included in the total income in case of certain assessee for the purpose of determining the rate of tax. അതായത് ടോട്ടൽ ഇൻകം എക്സംപ്റ്റഡ് ആണ്, അതായത് അഗ്രികൾച്ചർ ഈസ് എക്സംപ്റ്റ്. പക്ഷേ അത്
കൂട്ടും. അതായത് ടോട്ടൽ ഇൻകത്തിൽ ജസ്റ്റ് കൂട്ടി നോക്കും. എന്തിന്? റേറ്റ് ഓഫ് ടാക്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ടാക്സ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് കൂട്ടി വെക്കുന്നത്. അപ്പോൾ സ്ലാബ് കിട്ടാൻ വേണ്ടിയിട്ട്, സ്ലാബിനനുസരിച്ച് റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ എച്ച് എഫ് ബി ഒ ആൻഡ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ്. ടു കണ്ടീഷൻസ് വിച്ച് നീഡ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ പാർഷ്യൽ ഇൻറ്റഗ്രേഷൻ. അതിന് പാർഷ്യൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ടാക്സ് എന്നാണ് നമ്മൾ പറയുക. അതിന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, നെറ്റ് അഗ്രികൾച്ചർ ഇൻകം ഷുഡ് എക്സീഡ് 5,000 per annum. അത് 5,000 താഴെയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഒന്നും നോക്കണ്ട, ജസ്റ്റ് എക്സംപ്റ്റഡ് ആണ്. ഈ റേറ്റ് ഓഫ് ടാക്സ് ഡിറ്റർമിൻ ചെയ്യാനും കൂട്ടേണ്ട ആവശ്യമില്ല. 5,000 മുകളിലാണെങ്കിൽ മാത്രം ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു കണ്ടീഷൻ എന്താ നോക്കേണ്ടത്? ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അഗ്രികൾച്ചർ ഇൻകം എത്രയാണ്? 5,000 താഴെയാണെങ്കിൽ വിട്ടേക്ക്, 5,000 മുകളിലായിരിക്കണം ഒരു കണ്ടീഷൻ. ഇവിടെ ആൻഡ് ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ താഴെയുള്ളതും കൂടി വന്നിരിക്കണം. ഒന്ന്, നോൺ അഗ്രികൾച്ചർ ഇൻകം ഷുഡ് എക്സീഡ് ദ മാക്സിമം എമൗണ്ട് നോട്ട് ചാർജബിൾ ടു ടാക്സ്. അതായത് ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് താണ്ടിയിട്ടുണ്ടായിരിക്കണം. എങ്ങനെ? അതായത് അഗ്രികൾച്ചർ ഇൻകം ആക്ച്വലി എക്സംപ്റ്റ് ആണ്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അഗ്രികൾച്ചർ ഇൻകം നമ്മൾ ടോട്ടൽ ഇൻകത്തിൽ കൂട്ടും ഫോർ ദി പർപ്പസ് ഓഫ് ഡിറ്റർമിനിങ് ദ റേറ്റ് ഓഫ് ടാക്സ്. അങ്ങനെ അതിന് വിളിക്കുന്ന പേരാണ് പാർഷ്യൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ടാക്സസ് എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഒന്ന്, അഗ്രികൾച്ചർ ഇൻകം 5,000 കൂടിയിട്ടുണ്ടായിരിക്കണം. നെറ്റാണ്, അഗ്രികൾച്ചർ ഇൻകത്തിന് എക്സ്പെൻസ് കഴിച്ചിട്ട് നെറ്റ് അഗ്രികൾച്ചർ ഇൻകം 5,000 എക്സീഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ, ആ ആളുടെ നോൺ അഗ്രികൾച്ചർ ഇൻകം ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് ആയിട്ടുള്ള 2.5 ലക്ഷം, 3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3, 5. അപ്പോൾ അത് ക്രോസ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ എന്ത് ചെയ്യും? ഈ അഗ്രികൾച്ചർ ഇൻകവും ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ കൂട്ടും. എന്തിനു വേണ്ടിയിട്ട്? റേറ്റ് ഓഫ് ടാക്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ ആർക്ക് അപ്ലിക്കബിൾ അല്ല? കമ്പനി, LLP, ഫേം ഒന്നും അപ്ലിക്കബിൾ അല്ല. ടാക്സ് കാൽക്കുലേഷൻ ഇൻ സച്ച് കേസ് ഈസ് ആസ് ഫോളോസ്. ആഡ് നോൺ അഗ്രികൾച്ചർ ഇൻകം വിത്ത് നെറ്റ് അഗ്രികൾച്ചർ ഇൻകം, കമ്പ്യൂട്ട് ടാക്സ് ഓൺ അഗ്രിഗേറ്റഡ് ആണ്. അപ്പോൾ സ്റ്റെപ്പാണ്, ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. അതായത് അഗ്രികൾച്ചർ ഇൻകം നോൺ അഗ്രികൾച്ചർ ഇൻകം ഒക്കെ കൂടി കൂട്ടുക, ടാക്സ് കാണുക. ഫുൾ ഇൻകത്തിന് മുകളിൽ ടാക്സ് കാണുക. ആഡ് നെറ്റ് അഗ്രികൾച്ചർ ഇൻകം ആൻഡ് മാക്സിമം എക്സംപ്ഷൻ ലിമിറ്റ് അവൈലബിൾ ടു സി. അതായത് നെറ്റ് അഗ്രികൾച്ചർ ഇൻകം പ്ലസ് ബേസിക് എക്സംപ്ഷൻ ലിമിറ്റും കൂടി കൂട്ടുക, ടാക്സ് കാണുക. ബേസിക് എക്സംപ്ഷൻ മാത്രം 2.5 ലക്ഷം പ്ലസ് അഗ്രികൾച്ചർ ഇൻകം എത്രയാണോ അത് കൂട്ടുക, അതിൻ്റെ മുകളിൽ ടാക്സ് കാണുക. എന്നിട്ട് ഡിഡക്ട് ദി എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ഇൻ സ്റ്റെപ്പ് 2 ഫ്രം ദി സ്റ്റെപ്പ് 1. മേലെ സ്റ്റെപ്പ് 2ൽ നിന്ന് സ്റ്റെപ്പ് 2 മൈനസ് ചെയ്യുക. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ദ സം സോ അറൈവ്ഡ് അറ്റ് ഷാൾ ഇൻക്രീസ്ഡ് ബൈ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%. ആ സമ്മിൻ്റെ മുകളിൽ 4% എന്ത് കൂട്ടുക? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൂട്ടുക. ഓക്കെ, അതാണ് ഉത്തരം. കഴിഞ്ഞ് റിബേറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡിഡക്ട് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ ഫോളോ എത്രയേ ഉള്ളൂ. അതായത് ആദ്യം ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ റേറ്റ് കാണാം, ടാക്സ് കാണാം. രണ്ടാമത്തത് നെറ്റ് അഗ്രികൾച്ചർ ഇൻകം ബേസിക് അസംഷനിലും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ടാക്സ് കാണാം. സ്റ്റെപ്പ് 2 മൈനസ് സ്റ്റെപ്പ് 1, അതാണ് ഇൻകം ടാക്സ് പ്ലസ് 4% കൂട്ടുക. ദാറ്റ്സ് കേസ് 87 റിബേറ്റ് എലിജിബിൾ ആണെങ്കിൽ അത് മൈനസ് ചെയ്യുക. കഴിഞ്ഞു. അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൂ. അതിങ്ങനെ സ്റ്റെപ്പ് വൈസ് ഫോളോ ചെയ്യുന്നത് സിമ്പിളാണ്, പക്ഷേ അതിൻ്റെ ആ കൺസെപ്റ്റ് കറക്റ്റ് കിട്ടണമെങ്കിൽ വി ഷുഡ് ഡു ദി ക്വസ്റ്റ്യൻസ്. അത് പിന്നെ ചെയ്യാം. അഗ്രികൾച്ചർ ഇൻകം മേ അറൈസ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് 3 ways. താഴെ പറയുന്ന 3 രീതിയിലാണ് സാധാരണ അഗ്രികൾച്ചർ ഇൻകം വരാറ്. ഇത് എന്തിനാ വെച്ചാൽ MCQ ആണ്. MCQ. ഇറ്റ് മേ ബി റെന്റ് ഓർ റവന്യൂ റിഡൈഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. അതായത് വല്ല ഭൂമി യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ പർപ്പസിനാണ്, അതിന് കിട്ടുന്ന റെന്റ് ഹൗസ് പ്രോപ്പർട്ടി അല്ല. ഹൗസ് പ്രോപ്പർട്ടി ആവണ്ടടാ, ഇത് ലാൻഡ് അല്ലേ. അപ്പം അതിന് കിട്ടുന്ന റവന്യൂ അഗ്രികൾച്ചർ പർപ്പസിന് റെന്റിന് കൊടുത്ത് കിട്ടിയാണ് ഇറ്റ് ഈസ് അഗ്രികൾച്ചർ ഇൻകം. ഇറ്റ് മേ ബി ഇൻകം ഡിറൈഡ് ഫ്രം സച്ച് ലാൻഡ് ത്രൂ അഗ്രികൾച്ചർ. അതായത് ഒരു ലാൻഡിൽ നിന്ന് അഗ്രികൾച്ചർ ചെയ്തിട്ട് എനിക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻകം. അല്ലെങ്കിൽ ത്രൂ പെർഫോമൻസ് ഓഫ് എ പ്രോസസ് ഓർഡിനറി എംപ്ലോയ്ഡ് ബൈ എ കൾട്ടിവേറ്റർ ഓർ എ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ് ഓഫ് റെൻഡർ ദി പ്രൊഡ്യൂസർ ഫിറ്റ് ടു ബി ടേക്കൺ ടു ദി മാർക്കറ്റ്. അതായത് വേറെ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യുന്നുണ്ട് റിലേറ്റഡ് ടു നമ്മളെ കൾട്ടിവേഷൻ റിലേറ്റഡോ അല്ലെങ്കിൽ നമ്മളെ റെന്റ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ സം പെർഫോമൻസ് ആർ ഡൂയിങ് ബൈ എന്നുവെച്ചാൽ മാർക്കറ്റിക്ക് ഫിറ്റ് ആവുന്നില്ല. അതായത് നമ്മുടെ മാർക്കറ്റബിൾ ആക്കുക എന്തെങ്കിലും പ്രൊഡക്റ്റ്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുക. ത്രൂ ദി സെയിൽ ഓഫ് സച്ച് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഇൻ ദി മാർക്കറ്റിൽ വിൽക്കുന്നതും അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വിൽക്കുന്നതും ഇറ്റ്സ് ആൻ അഗ്രികൾച്ചർ ഇൻകം. ഒന്ന്, ഒരു ലാൻഡിൽ നിന്ന് അഗ്രികൾച്ചർ ചെയ്യുന്ന അതിന് കിട്ടുന്ന വരുമാനം ഈസ് അഗ്രികൾച്ചർ ഇൻകം. എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യണം, അതായത് ഈ ഇത് മാറ്റി ഇതൊക്കെ ആക്കൂലേ, നമ്മളിതൊക്കെ ആക്കൂലേ, എന്താ പറയുക, നെല്ല് മാറ്റി അരി ആക്കൂലേ, ഇറ്റ്സ് എ പ്രോസസ് ആക്ച്വലി. അപ്പോൾ ആ പ്രോസസ്സ് വല്ലതും ചെയ്തിട്ട് കിട്ടുന്ന അഗ്രികൾച്ചർ ഇൻകം. ത്രൂ ദി സെയിൽ ഓഫ് അഗ്രികൾച്ചർ, ആ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് നമ്മൾ
ഡയറക്ട്ലി വിൽക്കുകയാണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ വിൽക്കുകയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ അഗ്രികൾച്ചർ ഇൻകം. ഇറ്റ് മേ ബി ഡിറൈവ്ഡ് ഫ്രം എനി ഫാം ബിൽഡിംഗ് റിക്വയർഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. ഒരു ഫാം ബിൽഡിംഗ് വല്ലതും ഫാം എന്താ പറയുക അഗ്രികൾച്ചർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉള്ള വല്ല ഫാം ബിൽഡിംഗ് അതിന് കിട്ടുന്ന ഇൻകം. അതായത് അഗ്രികൾച്ചർ നാച്ചുറായിട്ടുള്ള എല്ലാ ഇൻകം എന്താടാ അഗ്രികൾച്ചർ ഇൻകമാണ്. അഗ്രികൾച്ചർ നാച്ചുറായിട്ടുള്ള എല്ലാ ഇൻകം അത് ഇങ്ങനെ സെപ്പറേറ്റ്ലി എടുത്ത് പറഞ്ഞു വെച്ചാൽ ലാൻഡിൻ്റെ കേസൊക്കെ MCQയിൽ ചോദിക്കും. ലാൻഡിൽ നിന്ന് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് കിട്ടുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇൻകം ആണ് എന്നുള്ളത് ചോദിക്കും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ സാധനം ഇവിടെ നമ്മൾ കൊടുത്തത്. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു സാധനമാണ് ഈ അഗ്രികൾച്ചറും ബിസിനസ്സും രണ്ടും കൂടി ചേർന്ന് വരുന്ന, അതായത് കോമ്പോസിറ്റ് ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് അതിനെ വേർതിരിക്കുക? അതിൽ വരുന്ന സാധനങ്ങൾ ഈ പറഞ്ഞ 4 ഐറ്റമാണ്. ഈ 4 ഐറ്റമാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് വെച്ചാൽ നമ്മൾ അഗ്രികൾച്ചർ ഇൻകം ഇത്രയാണ്, നോൺ അഗ്രികൾച്ചർ ഇൻകം ഇത്രയാണ് നമ്മൾ വേർതിരിക്കണം. അത് സെപ്പറേറ്റ് പേഴ്സൻറ്റേജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറയുന്നത് ഇൻകം ഫ്രം സെയിൽ ഓഫ് ടീ ഗ്രോൺ ആൻഡ് മാനുഫാക്ചർഡ് ബൈ ദ അസസി. നമ്മളെ തേയില ടീ മാനുഫാക്ചർ ചെയ്ത് വളർത്തി എടുക്കുന്ന ആളാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം ആൻഡ് നോൺ, അതിൻ്റെ കോമ്പോസിറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതൊരു കോമ്പോസിറ്റ് ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ 60% അഗ്രികൾച്ചർ ഇൻകം, 40% നോൺ അഗ്രികൾച്ചർ ഇൻകം ആണ്. ദാറ്റ് ഈസ് ബിസിനസ് ഇൻകം ആണ്. 60-40 ഇൻ കേസ് ഓഫ് ടീ. റബ്ബർ പ്ലാന്റ്സ് ഗ്രോൺ ബൈ ദ സെല്ലർ ഇൻ റബ്ബർ പ്ലാന്റ് അത് അഗ്രികൾച്ചർ 65%, 35% നോൺ അഗ്രികൾച്ചറുമാണ്. ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് കോഫി ഗ്രോൺ ആൻഡ് ക്വയർഡ് ബൈ ദ സെല്ലർ. കോഫി വലുതാക്കി വിൽക്കണം. അപ്പം 75% അഗ്രികൾച്ചർ ഇൻകം, 25% നോൺ അഗ്രികൾച്ചർ ഇൻകം. ആൻഡ് സെയിൽ ഓഫ് കോഫി ഗ്രോൺ ക്വേർഡ് റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് ബൈ ദ സെല്ലർ. നമ്മൾ കോഫി ഇവിടെ ഗ്രൗണ്ടും ക്വേർഡും മാത്രമേ ഉള്ളൂ, ഇവിടെ റോസ്റ്റും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ റോസ്റ്റ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 60-40. ഇത് തമ്മിൽ ഏകദേശം സെയിം ആണ്. ഇവിടെ എന്താ പറയുക, റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് ബൈ ദ സെല്ലറിനും കൂടി എക്സ്ട്രാ പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് കോഫി ഗ്രോൺ ആൻഡ് ക്വേർഡേ ഉള്ളൂ, ഇവിടെ റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഉണ്ട്. ഓക്കെ, സോ 60-40, 65-35, 75-25, 60-40. 60-40 വരുന്ന രണ്ടും ഏതാ? ടീയും റബ്ബർ റോസ്റ്റഡും. റബ്ബർ അല്ല, കോഫി റോസ്റ്റഡും. റബ്ബറും നോർമൽ കോഫിയും, റബ്ബർ 65-75, നോർമൽ കോഫി 75-25. ഓക്കെ, സോ ഈ സാധനം ബൈഹാർട്ട് ചെയ്തുണ്ട് കേട്ടോ. ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻ ബേസിക് ചാപ്റ്റർ. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പഠിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കിയാലേ ബാക്കി മനസ്സിലാവുള്ളൂ. അപ്പം ഇതിൽ വരുന്ന യുവർ ഫ്യൂച്ചർ ഈസ് ക്രിയേറ്റഡ് ബൈ വാട്ട് യു ഡു ടുഡേ നോട്ട് ടുമോറോ. അപ്പോൾ എന്തെങ്കിലും ചെയ്യും, എന്നാലേ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഭാവിയിൽ 0 ആവും, ഒന്നും ആവാൻ പറ്റില്ല. 0 ആയാൽ പൈസ ഉണ്ടാവില്ല, പൈസ ഇല്ലെങ്കിൽ ആൾക്കാർ വില കൽപ്പിക്കില്ല, ആൾക്കാർ വില കൽപ്പിക്കൽ പോയി. നമ്മൾ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഗാന്ധിയുടെ പടമുള്ള ആ സാധനം വേണം. ആ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം. നമ്മൾ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷവാനായിരിക്കും, നമ്മുടെ ചുറ്റുമുള്ളവരും സന്തോഷവാനായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. സോ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും വർക്ക് ചെയ്യണം. അപ്പോൾ വർക്ക് ചെയ്താൽ നമ്മളെ ഫ്യൂച്ചർ അടിപൊളിയാവും. ഫ്യൂച്ചർ അടിപൊളിയായാൽ നമുക്ക് എല്ലാം സെറ്റാവും. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന റിലേറ്റഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ യൂസ് ചെയ്യുന്നത് വിവിറ്റ്സുവിൻ്റെ ബുക്കാണ്, കമ്പൈലറാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലേറ്റസ്റ്റ് ആണ്, അമെൻഡഡ് ആണ്. Examine with the reasons whether the following statements are correct or incorrect with regard to the provisions of Income Tax Act 1961. Cash credit of 1,50,000 were traced in the books of accounts of Mr. Yogesh, for which no explanation about its source was provided. Such income is taxable at 30% under 115 BB in the hands of Yogesh. 30% ആണോ? അല്ല, 60 plus 25 plus 4%, effectively 78%. അല്ലേ കറക്റ്റ്? The statement is incorrect. ഓക്കെ, അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് ആണ് നമ്മളെ 68 ആ സെക്ഷനിൽ വരുന്ന കേസാണ്. ഡിസ്കസ് ദി ടാക്സബിലിറ്റി ഓഫ് ഫോളോയിങ് ട്രാൻസാക്ഷൻ ഗിവിംഗ് റീസൺസ് ഇൻ ദി ലൈറ്റ് ഓഫ് റെലവൻറ്റ് പ്രൊവിഷൻ ഫോർ യുവർ കൺക്ലൂഷൻ. മിസ്റ്റർ രാജ്പാൽ took a land on rent from Miss Shilpa on monthly rent of 10,000. He sublets the land to Mr. Manish for a monthly rent of 11,500. ഇപ്പോൾ രാജ്പാലും ശില്പാൻ്റെ അടുത്ത് റെൻറ്റിനെടുത്തു 10,000. രാജ്പാൽ എന്ത് സബ്ലെറ്റ് ചെയ്തു 11,500. ആർക്ക്? മനീഷിന്. മനീഷ് യൂസസ് ദി ലാൻഡ് ഫോർ ഗ്രേസിംഗ് ഓഫ് കാറ്റിൽ റിക്വയർഡ് ഫോർ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. മനീഷ് അത് യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ആക്ടിവിറ്റിക്കാണ്.
Mr. Rajpal wants to claim deduction of 10,000 being rent paid by him to Miss Shilpa from the rental income received for by it from Mr. Manish. അതായത് ഇവിടെ ഇയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 11,500 നമ്മൾ രാജ്യപാലിൻ്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കേണ്ടത് കേട്ടോ. രാജ്യപാലിന് 11,500 കിട്ടുന്നുണ്ട്, 10,000 പേ ചെയ്യുന്നുണ്ട്. രാജ്യപാൽ പറയുന്നത് 11,500 10,000 മൈനസ് ചെയ്യണം എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ 11,500 തന്നെ എന്താ ആക്ച്വലി എക്സംപ്റ്റ്, കാരണം അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി റെൻറ്റ് ചെയ്തിട്ടുള്ള റെൻറ്റിങ് ഇൻകം ഈസ് എക്സംപ്റ്റ്, അഗ്രികൾച്ചർ ഇൻകം ആയിട്ടാണ് പറയാം. ആൻഡ് ഇറ്റ് ഈസ് അഗ്രികൾച്ചർ ഇൻകം ആണ്, അവിടെ എക്സംപ്റ്റ് ആണ്. അതിനൊരു ഉത്തരം അത്രേ ഉള്ളൂ. ഇപ്പോൾ സബ്ലെറ്റിംഗ് ആണെങ്കിലും അത് സബ്ലെറ്റിംഗ് എന്ന് കിട്ടിയ റെൻ്റ് ആണെങ്കിലും അത് അഗ്രികൾച്ചർ പർപ്പസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എന്താ എക്സംപ്റ്റഡ്. പിന്നെ അഗ്രികൾച്ചർ ഇൻകം ആണത്. അപ്പോൾ അവിടെ ആ പറഞ്ഞ ഈ ഡിഡക്ഷൻ അതായത് ഇതിൽ നിന്ന് ഇയാൾ പറഞ്ഞ പോലെ റെൻറ്റ് പെയ്ഡ് ബൈയും റെഡ്യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട. നെക്സ്റ്റ്, മിസ്റ്റർ നേത്രം ഗ്രോസ് paddy on land. He then employs mechanical operation on grain to make it fit for sale in the market, like removing and chaff from the grain, filtering the grain, and finally packing the rice in gunny bags. He claims that entire income earned by him from sale of rice is agriculture income, not liable to income tax, since paddy has grown as on land is not fit for sale in the original form. അതായത് ഈ നെല്ലെടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്തു, മെഷീനൊക്കെ വെച്ചിട്ട് അതൊക്കെ റിമൂവ് ചെയ്ത് എന്താക്കുന്നുണ്ട്, റൈസാക്കി മാറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ റൈസാക്കി മാറ്റി കഴിഞ്ഞാൽ അത് അഗ്രികൾച്ചർ ഇൻകം ആണോ അല്ലേ എന്നുള്ളത് അഗ്രികൾച്ചർ ഇൻകം ആണ്. യെസ് ആണ്. പ്രോസസ്സസും എന്താണ് അതിൽ പെടും. പ്രോസസ്സാക്കി മാർക്കറ്റബിൾ ആക്കുക എന്നുണ്ടെങ്കിലും അത് ഇറ്റ് ഈസ് ഓൾസോ അഗ്രികൾച്ചർ ഇൻകം. സോ അവിടെ പ്രത്യേകിച്ചും വേറെ ഒന്നുമില്ല. വേണമെങ്കിൽ ആൻസർ വായിക്കാം. ദ ഇൻകം ഫ്രം പ്രോസസ് ഓർഡിനറി എംപ്ലോയ്ഡ് ടു റെൻറ്റ് ടു പ്രൊഡ്യൂസ് ഫിറ്റ് ടു ടേക്കൺ ടു മാർക്കറ്റ് വുഡ് ബി അഗ്രികൾച്ചർ ഇൻകം. The process of making the rice ready from paddy for the market may involve manual operation or mechanical operation, both of which constitute process ordinarily employed to make product fit for market. മാർക്കറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സസ് വിച്ച് ഈസ് അഗ്രികൾച്ചർ, അങ്ങനെ ഉള്ള ഇൻകം അഗ്രികൾച്ചർ ഇൻകം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. മിസ്റ്റർ എക്സ് റെസിഡൻറ്റ് ഏജ്ഡ് 56 ഇയേഴ്സ്. റെസിഡൻ്റ് ആണ്. ഈ ആൻസർ നമ്മളെ ഡി ടിക്ക് എപ്പോഴും ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പോവുക. അയാൾ റെസിഡൻ്റ് ആണോ, എത്ര ഏജ്, അങ്ങനെ അതൊക്കെ റെലവൻ്റ് ആണ്. 56 years. Till recently was a successful businessman filing his return of income regularly and properly ever since he obtained PAN card. During COVID pandemic period, his business suffered severely and he incurred huge losses. So business in a huge loss. He was not able to continue his business and finally 1st January 2024 he decided to winding up. 2024 January 1 wind up ചെയ്തു. And he promptly intimated to the jurisdictional assessing officer about the closure of business. Business close ചെയ്തെന്ന് അയാൾക്ക് അറിയിക്കുകയും ചെയ്തു. The assessing officer sent him a notice to the tax income of assessment year 25-26. 24-25 assessment year 25-26. During the assessment year 24-25 itself, അതായത് 24-25 തന്നെ ഈ നോട്ടീസ് അയച്ചു. Does the assessing officer have power to do so? Are there any exception to the general rule income of previous year assessed in the assessment year following the previous year? അതായത് ഇയാൾ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇയാൾ നമുക്കറിയാം എക്സെപ്ഷൻ കേസിൽ വരുന്ന ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പ്രീവിയസ് ഇയർ തന്നെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, അസസിങ് ആ പ്രീവിയസ് ഇയർ തന്നെ അത് ടാക്സ് ചെയ്യപ്പെടും അല്ലേ. അപ്പം ഇവിടെ നോക്കിക്കേ ആൻസർ നോക്കാം. യെസ്, ഹി ഹാസ് പവർ ടു ഡു സോ. ഇവിടെ അസസിങ് ഓഫീസർ എന്താ ചെയ്തത്, സെൻഡ് നോട്ടീസ് അയച്ച് അസസ്മെന്റ് ഇയർ 25-26 നോട്ടീസ് അയച്ചത് അസസ്മെന്റ് 24-25 തന്നെ നോട്ടീസ് അയച്ചു. അതായത് ആ വർഷം തന്നെ കണ്ടിന്യൂ ചെയ്ത ആ വർഷം തന്നെ നോട്ടീസ് അയച്ച് ടാക്സ് അടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. യെസ് പറ്റും, കാരണം പ്രീവിയസ് ഇയറിൽ തന്നെ പ്രീവിയസ് ഇയർ തന്നെ ടാക്സ് ചെയ്യുന്ന ഒരു കേസിൽ വരുന്ന കേസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നോട്ടീസ് അയച്ചെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല, കറക്റ്റാണത്. അതാണ് ഇവിടെ പറഞ്ഞത്. യെസ് ഹി ഹാസ് പവർ ടു ഡു സോ. അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, കാരണം ഈ താഴെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. The assessee is found to be owner of gold. Market value 50 lakh. During financial year ending 31/3/2025. But he recorded to have spent 10 lakh in acquiring the same. Explain how the assessing officer will deal with the issue. അതായത് 50 ലക്ഷത്തിൻ്റെ ഗോൾഡ് കണ്ടെത്തി, ഡിക്ലെയർ ചെയ്യാത്ത ഗോൾഡ്. അതിൽ 10 ലക്ഷത്തിന് മാത്രമേ റെക്കോർഡിക്കലി ഉള്ളൂ, 40 ലക്ഷം റെക്കോർഡിക്കലി ഇല്ല. അപ്പോൾ റെക്കോർഡിക്കലി അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താവും, 69B അനുസരിച്ച് എന്ത് ചെയ്യും, എത്ര ശതമാനം, 78% എഫക്റ്റീവ്ലി. അതായത് അത് 78 കാണിക്കരുത് കേട്ടോ, അങ്ങനെ 60 + 25 + 4% തന്നെ കാണിച്ചിട്ട് പിന്നെ 78 കാണിക്കാം. ഡയറക്റ്റ് 78 ഇട്ട് കാണിക്കരുത്. 78 കാണിക്കുകയാണെങ്കിൽ ഇതും കൂടി കാണിച്ചിരിക്കണം. ഓക്കെ, കാരണം എത്രയാണ് കൊടുക്കണ്ടേ, 50ക്കും കൊടുക്കണം, വേണ്ട 10 അവിടെ റെക്കോർഡിക്കലി ഉണ്ടല്ലോ, 40 കൊടുത്താൽ മതി. ഓക്കെ, അയ്യോ അത് കഴിഞ്ഞ്. ക്വസ്റ്റ്യൻ നമ്പർ 5. മിസ്റ്റർ കാബ്ര ഈസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഗ്രോയിങ് ആൻഡ് ക്യൂറിങ് കോഫി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കർണാടക. ദ വോൾ ഓഫ് കോഫി ഗ്രൗൺ ഇൻ ഹിസ് പ്ലാന്റേഷൻ ഈസ് ക്വേർഡ് ആണ്. റോസ്റ്റഡ് ഇല്ലല്ലോ, ഇല്ല.
relevant information pertaining to the year ended as given. അപ്പം കോഫി ഗ്രോൺ ആൻഡ് ക്യൂർഡാ 75-25 വരും അല്ലേ? റോസ്റ്റഡ് ആണെങ്കിലല്ലേ നമ്മൾ 60-40. അപ്പം അതിനാണ് ഞാൻ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം അത് ഇതാണ് എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് കാറ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് മെഷീനറി, എക്സ്പെൻസസ് ഇൻകർഡ് ഇൻ ദി ഗ്രോയിങ് കോഫി, എക്സ്പെൻസസ് ഓഫ് ക്യൂറിംഗ് കോഫി, സെയിൽ വാല്യൂ ഓഫ് കോഫി. അപ്പോൾ സെയിൽ വാല്യൂന്ന് എക്സ്പെൻസ് ഒക്കെ കുറക്കാം. ഓക്കെ, പിന്നെ ദ കാർ ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ ഓപ്പറേഷൻ, മെഷീൻ വാസ് യൂസ്ഡ് ഫോർ കോഫി ക്യൂറിംഗ് ബിസിനസ് ഓപ്പറേഷൻ. കമ്പ്യൂട്ട് ദ അറൈസിംഗ് ഫ്രം എബവ് ആക്ടിവിറ്റീസ് ഫോർ ദി റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ ആൻഡ് റിട്ടേൺ ഓൺ വാല്യൂ ആസ് ഓൺ 1/4/2025. റിട്ടേൺ ഓൺ വാല്യൂ ചോദിക്കുന്നുണ്ട് ഡിപ്രിസിയേഷൻ കുറച്ചിട്ട്. ഡിപ്രിസിയേഷൻ റേറ്റ് എത്ര വരിക? 15%. മിഷനറി അല്ലേ, കാറും സെയിം കാറ്റഗറിയിൽ വരും. പ്ലാന്റ് മിഷനറി 15%. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കാറിൻ്റെയും ഇതിൻ്റെയും നമ്മളെ വാല്യൂ കാണാം, അതായത് ഡിപ്രിസിയേഷനും റിട്ടേൺ ഓൺ വാല്യൂ കാണാം. ഡയറക്റ്റ് കണ്ടാൽ പോരെ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ഡിപ്രിസിയേഷൻ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യും. ഓക്കെ, ഡിപ്രിസിയേഷൻ കിട്ടി. ദെൻ അടുത്ത മെഷീനറിയുടെ ഡിപ്രിസിയേഷനും സെയിം. റിട്ടേൺ ഓൺ വാല്യൂ എത്രയെന്നുള്ളത് കിട്ടി. ഈ ഡിപ്രിസിയേഷൻ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? യെസ്, ഷുവർ. എന്ത് ചെയ്യുക? സെയിൽ വാല്യൂ ഒന്ന് മൈനസ് ചെയ്യാം. ഇതാ സെയിൽ വാല്യൂ ഓഫ് ഗേർഡ് കോഫി, എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ഗ്രോയിങ് കോഫി, അതിൻ്റെ കാറിൻ്റെ ഡിപ്രിസിയേഷൻ കിട്ടി. അതിൽ നിന്ന് മറ്റേ കോഫിക്കുള്ള ക്യൂറിങ്ങിലെ എക്സ്പെൻസ് 3 lakh മൈനസ് ചെയ്ത് അതിൻ്റെ മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് നെറ്റ് ഇൻകം 13,20,000. അതിൻ്റെ 75% അഗ്രികൾച്ചർ ഇൻകം, 25% ബിസിനസ് ഇൻകം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്ത് അവിടെ ആകെ ആ ഡിപ്രിസിയേഷൻ്റെ കേസും കൂടി വന്നേ ഉള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട, എക്സാം പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്രസൻറ്റേഷനാണ്. അതായത് ടാക്സിൽ എപ്പോഴും പ്രസൻറ്റേഷൻ വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഗ്രോയിങ് ക്യൂറിങ് കോഫി ഓഫ് ഇങ്ങനെ ഹെഡിങ് കൊടുക്കണം. 2 കോളം വെക്കണം. 2 കോളം ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 1 കോളം ഇന്നർ കോളത്തിൽ എഴുതിയാലും മതി. അങ്ങനെ ഇങ്ങനെ പ്രസൻറ്റേഷൻ കൊടുത്ത് ലാസ്റ്റ് ഇത് സെപ്പറേറ്റ്ലി കാണിക്കുക തന്നെ വേണം. ആൻഡ് റിട്ടേൺ ഓൺ വാല്യൂ കൂടെ സെപ്പറേറ്റ്ലി കാണാൻ പറഞ്ഞുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ടോ? ആൻഡ് ദി റിട്ടേൺ ഓൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർക്കിംഗ് നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇല്ലെങ്കിൽ മാർക്ക് പോകും. ഒരു 2 മാർക്കോ 1.5 മാർക്കോ ഇതില്ലെങ്കിൽ പോകും. കാരണം ഇത് സ്പെസിഫിക്കലി ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് റിട്ടേൺ ഓൺ വാല്യൂ കാണുന്നു പറയാൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എഴുതി കൊടുക്കണം. അല്ല അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ടാക്സിൽ മാർക്ക് പറയുന്നത്. ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് ടാക്സിൽ ഒരു ജസ്റ്റ് എഴുതി പോകും, അങ്ങനെ കാര്യമില്ല. പ്രസൻറ്റേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 6. Mr. J is having total income of 6,90,000 during the previous year 24-25, consisting of income from business of 40,000, ലോട്ടറി വിന്നിങ്സ് ഗ്രോസ് ആണ്. ഗ്രോസ് എന്ന് പറയുമ്പോൾ TDS കട്ട് ചെയ്യാതെ 5,60,000, ഇൻകം ബൈ ഓഫ് സാലറി 1,20,000 ആൻഡ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 30,000. കമ്പ്യൂട്ട് ഈസ് ടാക്സ് ലയബിലിറ്റി ആൻഡ് അഡ്വാൻസ് ടാക്സ് ഒബ്ലിഗേഷൻ. അഡ്വാൻസ് ടാക്സ് വല്ലതും അടക്കേണ്ട കേസ് വരുന്നുണ്ടോ എന്നുള്ളത്. ഫോർ അസസ്മെൻറ്റ് ഇയർ 25-26. അഡ്വാൻസ് ടാക്സ് എപ്പോഴും അടക്കേണ്ട കേസ് വരിക? അയാൾ 10,000 അബവ് ടാക്സ് പേബിൾ പഠിക്കാനുണ്ട്. 10,000 അബവ് ടാക്സ് പേബിലിറ്റി വരികയാണെങ്കിൽ അഡ്വാൻസ് ടാക്സ് അടക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ എത്രയും നോക്കാം. ഇൻകം ഫ്രം സാലറി തന്നിട്ടുണ്ട്, നമ്മളെല്ലാം ഇൻകം നോക്കാം. അതിൽ നിന്ന് ഇവിടെ ഏത് സ്കീമാണെന്നൊന്നും പറയുന്നില്ല. അതായത് ഏത് ഓപ്റ്റ് ചെയ്യണം എന്നിവിടെ സ്പെസിഫിക്കലി പറയുന്നില്ല. ഐ തിങ്ക് ക്വസ്റ്റ്യൻ ഓൾസോ വേറെ ഇതിക്കൊന്നും പോകുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഡിഫോൾട്ട് ചെയ്യാം, ഡിഫോൾട്ടും ചെയ്യാം, ഓൾഡും ചെയ്യാം. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഡിഫോൾട്ടിലാണെങ്കിൽ ഈ സെറ്റ് ഓഫ് ഒന്നും നടക്കില്ല. നോക്കാം. സോ ഇൻകം ഫ്രം സാലറി ഇന്ന് ഹൗസ് പ്രോപ്പർട്ടി ലോസ് സെറ്റ് ഓഫ് ചെയ്തു. ആൻഡ് നമുക്ക് ഇൻകം ഫ്രം സാലറി 90,000, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സെറ്റ് ഓഫ് ചെയ്തുകൊണ്ട് തന്നെ അത് പോയി. നെക്സ്റ്റ് ഇൻകം ഫ്രം ബിസിനസ് 40,000, ലോട്ടറി വിന്നിങ് 5,60,000 ആൻഡ് ടോട്ടൽ ഇൻകം 6,90,000 ഡയറക്റ്റ് കിട്ടും. അപ്പോൾ ആകെ ചെയ്താൽ എന്താ? ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഞാൻ സാലറി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തു. ഞാൻ ടാക്സ് ലയബിലിറ്റി കണ്ട്. ടാക്സ് ലയബിലിറ്റി കണ്ടപ്പം ലോട്ടറി ഇൻകത്തിൻ്റെ മുകളിൽ ഡയറക്റ്റ് ഇട്ടാൽ, കാരണം സ്പെഷ്യൽ റേറ്റാണ്. എത്ര? 5,60,000 into 30%, 1,68,000. ബാക്കി ഇങ്ങനെ എത്ര വരുന്നത്? 90 + 40 എത്രയാണ്? 130. 130 ഈസ് ബിലോ 250-നേക്കാളും കുറവാണ്. അതായത് എക്സംഷൻ ലിമിറ്റിനെക്കാളും താഴെയാണ്. ടാക്സ് ഒന്നും വരാനില്ല, നിൽ ടാക്സ്. വേറെ ടാക്സ് വരില്ല. ഇത് മാത്രം സ്പെഷ്യൽ റേറ്റിൻ്റെ മുകളിൽ ലോട്ടറി മാത്രമേ. കാരണം നോക്കടാ, ഇത് സ്പെഷ്യൽ റേറ്റൊക്കെ പോയി. ഓക്കെ, ബാക്കി എത്ര ഉണ്ട്? 130 ഉണ്ട്. 1,30,000. 1,30,000 മുകളിൽ കാണണമെന്നുണ്ടെങ്കിൽ ടു 2,50,000 നില്ലല്ലേ. സോ എന്ത് വരില്ല? ടാക്സ് വരില്ല. ഇതിപ്പോൾ ഡിഫോൾട്ട് ചെയ്യാന്നുണ്ടെങ്കിലോ ഇത് എക്സംപ്റ്റ് ആവില്ല. അപ്പോൾ ഇവിടെ കൂട്ടും. 90 + 40 + 30 വരും. അതായത് 1,60,000 വരും ടോട്ടൽ ഇൻകം, അതർ ഇൻകം. അപ്പോഴും വരില്ല, ഏതാണെങ്കിലും കണക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇവിടെ TDS ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഗ്രോസ് ആണെന്ന് പറയുന്നുണ്ട്. ഗ്രോസ് TDS ഉണ്ടാവുമെന്ന് വിചാരിക്കാം. TDS 30% കട്ട് ചെയ്യും. സോ നോക്കണ്ട, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് വെച്ചാൽ അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ടോ? ഇല്ല, കാരണം 10,000 താഴെയാണ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ ലോട്ടറിയുടെ ടാക്സ് മാത്രമേ വരുള്ളൂടാ.
അതിൽ നിന്ന് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 1,74,720 വരും. ലോട്ടറി കിട്ടുമ്പോൾ തന്നെ TDS 30% കട്ട് ചെയ്തിട്ടുണ്ടാവും. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആകെ എന്ത് പേ ചെയ്യുന്നുള്ളൂ? 6720 പേ ചെയ്യാനുണ്ടാവുള്ളൂ. അത് 10,000 താഴെയാണ്, അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി വരില്ല. Question number 7. Compute the tax liability of Ms. Kajal for assessment year 25-26. A female resident, aged 40 years, where her total income is 2,50,000, comprising of business income. Kajal opts for provision of 115 BSc. അപ്പം 115 BSc ആണ് എടുക്കുന്നത്. അതായത് നമ്മളെ ഡിഫോൾട്ട് റിച്ച്, ഏജ് 40 ആണ്, റെസിഡൻ്റ് ആണ്. നോക്കിക്കുക ടോട്ടൽ ഇൻകം 2,50,000. ജസ്റ്റ് 2 crore ക്രോസ് ചെയ്തതല്ലേ, സർചാർജ് വരുമോ? യെസ്, സർചാർജ് വിൽ ബി അപ്ലിക്കബിൾ. ജസ്റ്റ് 2 crore ക്രോസ് ചെയ്താൽ, അതുകൊണ്ടാണ് വലിയ സർചാർജൊക്കെ പോയത്. അപ്പോൾ നമ്മൾ മാർജിൻ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ മാർജിൻ റിലീഫിൻ്റെ കാൽക്കുലേഷനിലോട്ട് വരികയാണ്. ആദ്യം നോർമലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 2,50,00,000 അല്ലേ, സോറി 2,50,000 അല്ലേ, ഡയറക്റ്റ് നമ്മളെ സ്ലാബ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ് ടു 3 lakh, 3 to 7, 7 to 10, 10. അപ്പം ഇതൊക്കെ സെയിം വരിക. 10, 15 കഴിഞ്ഞിട്ടുള്ള ബാക്കിയാണ് കൂട്ടിയാൽ മതി. എത്ര? 30% കൂട്ടുക, കിട്ടും. സോ ടോട്ടൽ ടാക്സ് വരുന്നത് 57,05,000. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണേ. ഓക്കെ, നെക്സ്റ്റ് എത്ര സർചാർജ് വരിക? 2 കോടി എക്സീഡ് ചെയ്തുകൊണ്ട് തന്നെ 25% സർചാർജ് വരും. സോ 25% സർചാർജ്. ഓക്കെ, 25% സർചാർജ്. 2 കോടി കൂട്ടുമ്പോൾ 71,31,31,250 ടാക്സ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ മാർജിൻ റിലീഫ് ഉണ്ടോയെന്നാണ് നോക്കുന്നത്. മാർജിൻ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 crore മാത്രം വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, 2 crore മാത്രം. നമ്മളിപ്പോൾ 2,50,000 അല്ലേ, 2 crore ആയിരുന്നെങ്കിൽ എത്രയെന്നുള്ളത്. 2 crore മാത്രമാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, 2 crore വരെ എത്ര? 15% സർചാർജ്. 2,50,000 ആയതുകൊണ്ടാണ് 25% ആയത്. അപ്പോൾ 2 crore മാത്രം വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ സ്റ്റെപ്പ്. അതായത് 2 crore എന്താ പറയുക, 1 crore എക്സീഡ് 1 crore 10,000 ആണെന്നുണ്ടെങ്കിൽ 1 crore 10,000 നമ്മൾ നോർമലി ടാക്സ് കാണാം. അതപ്പോൾ നമ്മൾ കണ്ട് സർചാർജ് അടക്കാം. ഇനി 1 crore മാത്രം ആയിരുന്നെങ്കിൽ എത്ര വരുമായിരുന്നു എന്നുള്ളത് നോക്കുക. അങ്ങനെ അവിടെ കണ്ട്, അതാണ് ഇവിടെ 2 crore മാത്രമായിരുന്നെങ്കിൽ 15% സർചാർജ് വരുന്നുണ്ടായിരുന്നുള്ളൂ. 2 crore എന്നുള്ള രീതി, 2 crore എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ടാക്സ് കാണുക, സർചാർജും കാണുക. അപ്പോൾ എത്ര കിട്ടും? ഇനി ആ 2 crore മുകളിൽ കണ്ട ടാക്സും ഇൻക്ലൂഡിങ് സർചാർജ് 2 crore 50,000 യഥാർത്ഥത്തിൽ വന്ന ടാക്സും തമ്മിൽ ഡിഫറൻസ് എടുക്കുക. അതാണ് എക്സസ് ടാക്സ് പേബിൾ. അതായത് 50,000 എക്സ്ട്രാ ഇൻകം വന്നുകൊണ്ട് എനിക്ക് എത്ര ടാക്സ് ലയബിലിറ്റി വന്നു? 587. 50,000 ജസ്റ്റ് ഇൻകം കൂടിയതുകൊണ്ട് എനിക്ക് ടാക്സ് ലയബിലിറ്റി 587 കൂടി. ന്യായമായിട്ട് ശരിയല്ലല്ലോ അത്. മനസ്സിലായോ? അതായത് ജസ്റ്റ് 2 crore ആയിരുന്നെങ്കിൽ എനിക്ക് ആകെ ടാക്സും സർചാർജും 65,43,500 വരിക. 2 crore 50,000 ആയതുകൊണ്ട് 71,31,250 വന്നു. അതായത് 5 ലക്ഷം കൂടി, ജസ്റ്റ് ഒരു 50,000 ഇൻകം കൂടിയുണ്ട്. അതുകൊണ്ടാണ് മാർജിൻ റിലീഫ് തരുന്നത്. ദാറ്റ്സ് ദി ലോജിക് ഓഫ് മാർജിൻ റിലീഫ്. അപ്പോൾ ഒരു മാർജിൻ റിലീഫ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഈ എക്സസ് ആയത് എത്രയാണോ അതിൽ നിന്ന് എത്രയാണോ നമ്മളുടെ, ഓക്കെ, ഈ എക്സസ് ആയത് എത്രയാണോ അതിനെ എന്ത് ചെയ്യുക? ഈ എക്സസ് ഇൻകം എത്രയാണോ, എക്സസ് ടാക്സ് എത്രയാണോ അതിൽ നിന്ന് എക്സസ് ഇൻകം മൈനസ് ചെയ്യുക. അതാണ് മാർജിൻ റിലീഫ്. ഓക്കെ, അപ്പോൾ എക്സസ് ടാക്സ് എത്രയാണ്? 5,87,000. അതായത് മാർജിൻ റിലീഫ് 50,000 മൈനസ് ചെയ്ത് ബാക്കി 537 എന്തായിരിക്കും? മാർജിൻ റിലീഫ് ആയിരിക്കും. അപ്പോൾ 587 നിന്ന് എക്സസ് ഇൻകം മൈനസ് ചെയ്യുക. എക്സസ് ടാക്സ് മൈനസ് എക്സസ് ഇൻകം. സോ 537 മാർജിൻ റിലീഫ്, ബാക്കി 65,93,500 കൊടുത്താൽ മതി. ഇതൊരു ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ. ഇതല്ലാത്ത രീതിയിലും ചെയ്യാം. വേറെ ആൾട്ടർനേറ്റീവ് പ്രസൻറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചെയ്താൽ എന്താ? ആദ്യം ഈ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ടോട്ടൽ ടാക്സ് ഉണ്ട്. ടോട്ടൽ ടാക്സ് 2 crore 50,000 മുകളിൽ നോർമൽ എത്രയാണോ തന്നിട്ടുള്ളത് കണ്ട്. 2 crore ആയിരുന്നെങ്കിൽ, അതായത് ആ ലിമിറ്റ് എത്രയാണോ ആ ലിമിറ്റ് ആയിരുന്നെങ്കിൽ എത്രയെന്നുള്ള ടാക്സും സർചാർജും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ഉണ്ട്. 2 കോടി ഡിഫറൻസ് എടുത്ത് ആ ഡിഫറൻസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്ത്? എക്സസ് ഇൻകം മൈനസ് ചെയ്ത്. അതാണ് മാർജിൻ റിലീഫ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ 71,31,250 എന്ന് ഈ മാർജിൻ റിലീഫ് മൈനസ് ചെയ്ത് ബാക്കിയുള്ള ടാക്സ് വരും. അതിൻ്റെ മുകളിൽ സെസ്സും കൂടി കണ്ട് ടോട്ടൽ ടാക്സ് പേബിലിറ്റി കിട്ടി. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ്. 2 രീതിയിൽ ടാക്സ് കാണാം. എക്സസ് ടാക്സ് എത്രയെന്ന് കാണാം, എക്സസ് ഇൻകം എത്രയെന്ന് നോക്കുക, എക്സസ് ടാക്സ് മൈനസ് എക്സസ് ഇൻകം എടുക്കുക. അതാണ് മാർജിൻ റിലീഫ്. അത് ടോട്ടൽ ടാക്സ് ഒന്ന് മൈനസ് ചെയ്യുക, പോവുക. ഇനി ആൾട്ടർനേറ്റീവ് പ്രസൻറ്റേഷൻ നോക്കി, ഇവിടെ നോക്കിക്കേ, ഇവിടെ നോർമൽ രീതിയിൽ തന്നെ നമ്മളെ ഇത് കണ്ട്. ഓക്കെ, ഇനി നമ്മൾ 2 crore മുകളിലെ ടാക്സും കണ്ട്. നമ്മൾ ഡിഫറൻസ് ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് എക്സസ് ഇൻകം എത്രയും നോക്കി 50,000. എക്സസ് ഇൻകം എന്ത് ചെയ്തു? ഡയറക്റ്റ്ലി നമ്മുടെ 2 crore ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്തു. ഓക്കെ,
അതായത് ടാക്സ് നമ്മളത് ഇല്ലടോ 2 crore മുകളിൽ കണ്ടേ, ജസ്റ്റ് ആ ലിമിറ്റ് കണ്ടേ, അതിൻ്റെ മുകളിൽ ഈ എക്സസ് ഇൻകം ആഡ് ചെയ്ത്. ഇതാണോ കുറവ്, വിച്ച് ഓർ ഈസ് ലോവർ, എന്ത് ചെയ്യുക, ടാക്സ് അടച്ചാൽ മതി. രണ്ട് കാൽക്കുലേഷൻ ചെന്നെത്തുന്നത് ഒരേ റൂട്ടാണ് ശരിക്കും. പക്ഷേ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. മറ്റേതാകുമ്പോൾ ലോജിക്കലി കുറച്ചും കൂടി കത്തിക്കാൻ പറ്റും. അതായത് രണ്ട് കോടെ മൊത്തത്തിലുള്ള ടാക്സ് കണ്ട് ജസ്റ്റ് ക്രോസ് ചെയ്തത് തന്നെ ആ ലിമിറ്റിലുള്ള ടാക്സും കണ്ട് രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്ത് എക്സസ് ടാക്സ് അത്രയാണ്, എക്സസ് ഇൻകം ഇത്രയാണ്. ഇപ്പോൾ എക്സസ് ടാക്സിന് എക്സസ് ഇൻകം മൈനസ് ചെയ്ത് ബാക്കി മാർജിൻ റിലീഫ് അത് മൈനസ് ചെയ്ത് കിട്ടി ആൻസർ. പക്ഷെ ഇത് രണ്ടും ഒരേ റൂട്ടാണ്. എന്ന് വെച്ചാൽ ഒരേ സാധനം തന്നെ, പക്ഷെ രണ്ട് റൂട്ടാണ്. ഇങ്ങനെയും പോവാം അത്രേ ഉള്ളൂ. ഇത് കണ്ടിട്ടുള്ളത് ടോട്ടൽ ടാക്സ് ഉണ്ട്, 2 കോടിൻ്റെ മുകളിൽ ടാക്സ് ഉണ്ട്, എക്സസ് ഇൻകം എത്രയെന്നുള്ളത് നോക്കി. ഈ എക്സസ് ഇൻകം എന്ത് ചെയ്ത് നമ്മൾ 2 crore ടാക്സിന് മുകളിൽ ആഡ് ചെയ്തു. വിച്ച് ഓർ ഈസ് ലോവർ എന്ത് ചെയ്യുക, ടാക്സ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. സോ മാർജിൻ റിലീഫ് കാൽക്കുലേഷൻ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്യണത് ബൈ ഹാൻഡ് ചെയ്ത് നോക്കണം. മാർജിൻ റിലീഫ് പല എമൗണ്ട് ഇട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്താൽ ഇത് ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ വെച്ചാൽ ഇത് ക്വസ്റ്റ്യനിൽ പറയൂല മാർജിൻ റിലീഫ് ഉണ്ട് എന്ന്. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് വന്നപ്പം ഇത്ര എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർചാർജ് വരും എന്നുള്ള കാര്യം ഓർമ്മ വരണം. ജസ്റ്റ് എക്സീഡ് ആണെങ്കിൽ മാർജിൻ റിലീഫ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും, മാർജിൻ റിലീഫ് അപ്ലിക്കബിൾ ആവുന്നുണ്ടോ എന്ന്. ഓക്കെ, എക്സസ് ടാക്സ് വരുന്നില്ല വെച്ചാൽ എന്താ ഉണ്ടാവുക, മാർജിൻ റിലീഫ് ഇല്ല, അത്രേ ഉള്ളൂ. എക്സസ് ടാക്സ് വരുന്നുണ്ടോ നോക്കണം. എക്സസ് ടാക്സ് അത്രയും എക്സസ് ഇൻകത്തിനെക്കാട്ടും കൂടുതൽ എക്സസ് ടാക്സ് വരുന്നുണ്ടോ നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. Mr. Agarwal, aged 40 years and a resident in India, has a total income of 6 or 50 lakh, comprising long-term capital gain under section 112 at 20% of 55 lakh, short-term capital gain taxability 15% under 11A of 65 lakh, and other income of 5 crore 30 lakh. Compute is tax liability for assessment year 25-26 under default tax regime and optional tax regime as per normal provision of the act, assuming that total income and its component are the same in both tax regimes. അതായത് രണ്ട് റെജീമിലും കാണണം. സർചാർജിൻ്റെ കാൽക്കുലേഷൻ, സർചാർജ് 2 റെജീമിൽ മാറുന്നുണ്ട്. ആദ്യം നമുക്ക് ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ കാണാം. ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ നോക്കിക്കേ, ഇതൊക്കെ ഡയറക്റ്റ് 20% അല്ലേ, 55 lakh ഇൻറ്റു 20%, 65 lakh ഇൻറ്റു 15%. കാരണം അതൊക്കെ സ്പെഷ്യൽ റേറ്റ് ടാക്സ് ആണ് കണ്ട്. ബാക്കി എത്ര ഉണ്ട്, 5 crore 30 സ്ലാബ് റേറ്റ് അനുസരിച്ച് എടുത്ത്. ഓക്കെ, 20, 15 ബാക്കി സ്ലാബ് റേറ്റ് അനുസരിച്ച് എടുത്ത് ടാക്സ് ഇത്ര വന്ന്, ടോട്ടൽ ഇത്ര വന്ന് 1 crore 76,65,000. ഇത് ഇനി നമ്മൾ സർചാർജൊക്കെ പോവാണ്. സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 2 crore എക്സീഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണോ പോർഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻകം, അതിന് 15% വരിക. സോ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 55 + 65 ദാറ്റ് ഈസ് ഈക്വൽ ടു മീൻസ് ഇതിൻ്റെ മുകളിൽ എത്ര സർചാർജ് വരിക, 15%. ഓക്കെ, ബാക്കി ഉള്ളതിൻ്റെ മുകളിൽ എത്ര വരിക നോക്കുക. ഡിഫോൾട്ട് ടാക്സ് റെജീം ആയതുകൊണ്ട് തന്നെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 5 crore ക്രോസ് ചെയ്താൽ ഇൻകം 5 crore ക്രോസ് ചെയ്താൽ എത്ര തന്നെ വരുള്ളൂ, 25% വരുള്ളൂ. സോ ഇതിൻ്റെ മുകളിൽ 25% സർചാർജ് വരും. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് ആണത്. 20,75,000 തന്നെ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട്. അതിൻ്റെ മുകളിൽ 15%, ഇതിൻ്റെ മുകളിൽ 25%. ഓക്കെ, അങ്ങനെ സർചാർജ് കിട്ടി. അതും കൂടി കൂട്ടി ടോട്ടൽ ടാക്സ് കിട്ടി, പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസും കൂടി കൂട്ടി, അങ്ങനെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ആ സംഭവം വന്നത് സർചാർജിൻ്റെ കാൽക്കുലേഷനിലാണ് ആ സംഭവം ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇതേ കേസ് തന്നെ നമ്മൾ ഓൾഡ് റെജിം നോർമൽ പ്രൊവിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്പെഷ്യൽ റേറ്റ് സെയിം തന്നെ, ടാക്സ് സ്ലാബ് മാറും, കിട്ടി. ഇനി നമ്മുടെ ഇതും കൂടി നോക്കണം, ഇവിടെ സർചാർജ് മാറും. കാരണം സർചാർജ് ഈ രണ്ട് കേസിൽ 15% തന്നെ, ഈ ബാക്കി ഇംഗത്തിൽ 37% സർചാർജ് വരും. ഓക്കെ, അത് രണ്ടും കൂട്ടി. ഇവിടെ ആകെ വ്യത്യാസം അതാണ്, മറ്റേ 25% ആയിരുന്നു സർചാർജ്, ഇവിടെ 37% ആണ്. അത് കൂട്ടി ടോട്ടൽ ടാക്സ് കണ്ട് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി കിട്ടി. ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ ആ സർചാർജിൻ്റെ കാൽക്കുലേഷൻ മറക്കരുത്. ഓക്കെ, മാർജിൻ റിലീഫ് ചെയ്തു, സർചാർജ് ചെയ്ത്, അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു, എല്ലാം കവർ ചെയ്തില്ല ഏകദേശം. ക്വസ്റ്റ്യൻ നമ്പർ 9, സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു. മിസ്റ്റർ ശർമ്മ, ഏജ് 62 years, 62 ആണ്, ആൻഡ് റെസിഡന്റ് ഇൻ ഇന്ത്യ, ഹാസ് എ ടോട്ടൽ ഇൻകം ഓഫ് 2 crore 30, comprising long term capital gain 112 52 lakh, short term capital gain taxable under section 11A of 64 lakh, and other income of 1 crore 14 lakh. Compute is tax liability for assessment year 24-25 under the default tax regime and optional tax regime. രണ്ട് റെജിമിൽ കാണാൻ പറയുന്നുണ്ട്.
അയ്യോ 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 അയ്യോ. ഒന്ന് ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ കാണാൻ നിങ്ങൾ ടോട്ടലിംഗ് എത്രയാ? 2 crore 30 lakh. അതിൽ 52 lakh 112 ആ. ഡയറക്റ്റ് 12.5%. നെക്സ്റ്റ് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 64 lakh. അതിൽ 20%. ഓക്കെ. ഇവിടെ സ്പെഷ്യൽ റേറ്റിൽ വരുന്ന ഏതൊക്കെയാണ്? 52 lakh 112 വരുന്നതാണ്. ആൻഡ് 64 lakh 11 വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇപ്പോൾ 20% ആണ്. ആൻഡ് നമ്മളെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇപ്പോൾ 12.5% ആണ്. ഓക്കെ. നേരത്തെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് പെർസെൻറ്റേജ് തന്നുകൊണ്ടാണ് അടുത്ത ഡയറക്റ്റ് അവിടെ 20% ആൻഡ് 15% തന്നിട്ടുണ്ട്. റേറ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അത് റേറ്റ് അവിടെ തന്നുകൊണ്ട് നമുക്ക് റേറ്റ് തന്നിട്ട് ഇവിടെ നമ്മൾ റേറ്റ് പറയുന്നില്ല. ഇവിടെ ഡയറക്റ്റ് സെക്ഷനെ മാത്രമേ പറയുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. റേറ്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ടി വരും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ പറയും. ഓക്കെ. അമെൻമെൻറ്റിൽ വന്ന സാധനമാണ്. അമെൻമെൻറ്റ് വീഡിയോയിൽ ഈ സാധനം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് ഡയറക്റ്റ് കമ്പ്യൂട്ട് ചെയ്തു. ഓക്കെ. അത് ഡയറക്റ്റ് കമ്പ്യൂട്ട് ചെയ്ത്. ഓക്കെ. ബാക്കി എത്ര ഇൻകം ഉണ്ടാവും? അതർ ഇൻകം 1 crore 14 lakh ആണ്. സോ 1 crore 14 lakhൻ്റെ മുകളിൽ നമ്മളെ ഡിഫോൾട്ട് ടാക്സ് റെജിമിനനുസരിച്ച് സ്ലാബ് അനുസരിച്ച് കിട്ടി. അങ്ങനെ ടോട്ടൽ ടാക്സ് എത്ര കിട്ടി? 50,40,000 കിട്ടി. സർചാർജ് എത്ര വരും? 1 കോടി എക്സീഡ് ചെയ്തുകൊണ്ട് 15% സർചാർജ് വരും. ഇല്ലേ? 1 കോടി എക്സീഡ് ചെയ്തിട്ടുണ്ട്. യെസ്, 2 കോടി എക്സീഡ് ചെയ്തിട്ടുണ്ട്. 2 കോടി എക്സീഡ് ചെയ്തിട്ട് 2 കോടി ടു 5 crore 51 crore ടു 2 crore 2 crore എക്സീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ അതർ ഇൻകം എത്രയാ? അയ്യോ മാറിപ്പോയല്ലോ. സർചാർജ് തിരിച്ചു പോട്ടെ. സ്ലാബ് ഞാൻ മറന്നോ? എത്ര പെട്ടെന്ന്. സ്ലാബ് ഇവിടെ ഇതിലൊരു സ്ലാബ് ഉണ്ടല്ലോ, അത് നോക്കിയാൽ മതി. ഓക്കെ, നോക്കിക്കേ. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? ഇതിൽ ഗ്രേറ്റർ ദാൻ 2 crore. ഓക്കെ, ഗ്രേറ്റർ ദാൻ 2 crore ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ 15% തന്നെ. ബാക്കിയുള്ളത് എക്സീഡ് ചെയ്തിട്ടില്ലേ ചാക്കെ? ഇപ്പോൾ ഓർമ്മ വന്നു. രാത്രി ആയിരുന്നു, ഉറക്കം വന്നു. അതായത് ഇവിടെ ടോട്ടൽ ഇൻകം എത്രയാണ്? ടോട്ടൽ ഇൻകം 2 crore എക്സീഡ് ചെയ്തിട്ടുണ്ട്. 2 crore എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ നാച്ചുറൽ ആയിട്ടുള്ളതിന് എപ്പോഴും 15% തന്നെയാണ് വരിക. സോ അത് രണ്ടും 15%. അതായത് ഇത് രണ്ടും 15%-ൽ സർചാർജ് വരും. അതർ ഇൻകം 2 crore എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര? അതർ ഇൻകം 2 crore എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 25%, അല്ലെങ്കിൽ 15% തന്നെ വരും. അപ്പോൾ ബാക്കിയുള്ളതിന് എത്ര തന്നെ വരിക? ഇതിന് എത്ര തന്നെ വരിക? 15% തന്നെ വരിക. സോ മൊത്തം സർചാർജ് എത്ര വരിക? 15%. മനസ്സിലായോ? അതായത് നമ്മൾ കാൽക്കുലേഷനിൽ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? 2 കോടി എക്സീഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 25% ആണ് വരിക. പക്ഷേ ഒരു കാര്യം നോക്കണം, 2 കോടിയിൽ ഈ ക്യാപിറ്റൽ ഗെയിൻ നാച്ചുറലിന് എപ്പോഴും 15% ആണ് വരിക. ഓക്കെ, അതർ ഇൻകം വീണ്ടും 2 crore എക്സീഡ് ചെയ്താൽ മാത്രമേ 25ക്ക് കയറുള്ളൂ. അതർ ഇൻകം 1 കോടി എന്നുണ്ടെങ്കിൽ എത്ര തന്നെ വരിക? 15% തന്നെയാണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ ജനറലി 15% ഡയറക്റ്റ് എടുത്തത്. കാരണം രണ്ടിനും 15% ആണ് ഹിറ്റ് ആവുക. സോ സർചാർജ് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ സെസ്സും ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എടുത്ത്. ഇനി ഇത് നമ്മൾ നോർമൽ റെജീമിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ടാക്സേഷൻ സെയിം തന്നെ. ഓക്കെ, നമ്മളെ ക്യാപിറ്റൽ ഗെയിൻ മറ്റത് സ്ലാബ് മാറും, അത് വെച്ചെടുത്ത്. സർചാർജ് സെയിം തന്നെ 15%, കാരണം നമ്മൾ ആ പ്രൊവിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. ആൻഡ് സെസ് ആഡ് ചെയ്ത് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കിട്ടി. അപ്പോൾ സർചാർജിൻ്റെ പ്രൊവിഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്, സർചാർജിൻ്റെ കാൽക്കുലേഷൻ. ഓക്കെ, ആ സ്ലാബ് സർചാർജിൻ്റെ സ്ലാബ് എങ്ങനെ വരുന്നതെന്നല്ല. ക്യാപിറ്റൽ ഗെയിനും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ഗെയിൻ റെസ്ട്രിക്റ്റഡ് ടു 15% എന്നുള്ള കാര്യം ഓർമ്മിച്ചേക്കുക. ബാക്കി എങ്ങനെ നോക്കുക? ബാക്കി 2 കോടിക്കും അതർ ഇൻകം വീണ്ടും 2 കോടിക്ക് മുകളിലാണെങ്കിൽ 25%, ഇല്ലെങ്കിൽ 15 തന്നെ ഒതുങ്ങും. ഓക്കെ, ഇനിയിപ്പോൾ ഓൾഡ് റെജീം ആണെങ്കിൽ 2 കോടിയും കഴിഞ്ഞ് 5 crore എക്സീഡ് ചെയ്ത് അതർ ഇൻകം എന്നുണ്ടെങ്കിൽ 37% പോകും. ഡിഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ 25 ലിമിറ്റ്. മാക്സിമം സർചാർജ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് റെജീം ഈസ് 25%. മാക്സിമം സർചാർജ് ഇൻ കേസ് ഓഫ് ഓൾഡ് റെജീം ഈസ് 37%. ആൻഡ് വി ഡു ഓൾ ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുറച്ച് സ്ലോ ആയിട്ടുണ്ട് ഞാൻ. അടുത്തതിൽ നമുക്ക് സ്പീഡാക്കാം. പക്ഷേ MCQs ഉണ്ട്. യു ക്യാൻ ട്രൈ ദീസ് MCQs ഫ്രം യുവർ ഹോം. ഓക്കെ, നല്ല MCQs ആണ്. നല്ല 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 കട്ട MCQs ആണ്. ഈ ട്രൈ ദീസ് ഫ്രം ഹോം. MCQ ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നില്ല. സോ ഇതിൻ്റെ MCQs നല്ല MCQ ആണ്. നല്ല സ്റ്റാൻഡേർഡ് MCQ ആണ്. ഡു ഇറ്റ്. ഏകദേശം ഒരു 13 MCQ ഉണ്ട്. ഡു ഇറ്റ്.
ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന സാധനം. ഇനി ബാക്കി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.